അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആദർശം വളരെ വ്യക്തമാണ്. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച ആശയം അത് അതുപോലെ പകർത്തുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിനെതിരെ പുത്തൻവാദികൾ പല കാലങ്ങളിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ പുത്തൻവാദികളെയും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പ്രാമാണികമായ വിശദീകരണത്തിന് മുമ്പിൽ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടുമുണ്ട്. ഇവിടെ കുരുവട്ടൂരിസം എന്ന ഓട്ടിസം ബാധിച്ച നൗഷാദ് മൗലവിയും മറ്റു പുത്തൻവാദികളും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ആശയങ്ങൾക്കെതിരെ മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞു വന്നപ്പോൾ നാം അവരെ നേരിട്ടു പ്രാമാണികമായി. എന്നാൽ നമ്മുടെ വിശദീകരണങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത മൗലവി പൂർണ്ണ പരാജിതനായി. ഈ പരിശുദ്ധമായ റമദാനിന് ശേഷം ഇദ്ദേഹം നടത്തിയിട്ടുള്ള സംസാരങ്ങൾ അത് ശ്രദ്ധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും, അദ്ദേഹത്തിന് പ്രാമാണികമായ ഒരു വിശദീകരണവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ ഒന്നിനെയും ഖണ്ഡിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമുക്കെതിരെ സംസാരിക്കുമ്പോൾ ഇമാമുകളുടെ കിതാബ് എടുക്കാൻ പോലും അദ്ദേഹത്തിന് ധൈര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം നേരത്തെ എന്തായിരുന്നു അവസ്ഥ? മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് കൊണ്ടുവന്ന് അതിനെ തെറ്റായി അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ച് ഇമാമുകൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് ഘടകവിരുദ്ധമായി അതിന് വ്യാഖ്യാനം നൽകി അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച മൗലവി, പക്ഷേ അതേ കിതാബുകൾ തന്നെ മറിച്ച് വായിച്ച് അതിൻ്റെ ശരിയായ വിശദീകരണം നമ്മൾ നൽകിയപ്പോൾ ഈ മൗലവിയും ഈ കാട്ടുവളപ്പിൽ നൗഷാദ് മൗലവിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും എന്താണോ പറയുന്നത് അതിന് നേരെ വിരുദ്ധമാണ് കിതാബുകളിൽ ഇമാമുകൾ പറഞ്ഞത്, അത് നമ്മൾ പറഞ്ഞതുപോലെയാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതോടുകൂടെ മൗലവിക്ക് റമദാനിന് ശേഷം ഒറ്റ കിതാബ് എടുത്ത് വായിക്കാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഖണ്ഡനമെത്തി. സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ വിജയമല്ലേ ഇത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, കൊടുവള്ളിയിൽ മൗലവി വന്നിട്ട് അദ്ദേഹത്തിന് ആകെയുള്ള രണ്ട് തെളിവ് മാത്രമായി അവശേഷിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ. എന്തായിരുന്നു അത്? ഒന്ന്, പാവപ്പെട്ട ഞാൻ എഴുതിയ ഒരു ഗ്രന്ഥം, ഒന്നാമത്തെ തെളിവ് ഇതാണ്. രണ്ടാമത്തെ തെളിവ് മജീദ് സഖാഫി എഴുതിയ ഈ ഗ്രന്ഥം. ഇത് രണ്ടും അദ്ദേഹത്തിന് വലിയ തെളിവാണെന്ന് പറഞ്ഞ് കൊടുവള്ളിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലുള്ള ആ ഓട്ടിസം ബാധിച്ച ആളുകളെ സന്തോഷിപ്പിച്ചു. അതിൽ കവിഞ്ഞൊന്നും നടന്നിട്ടില്ല. എന്താണ് ആ രണ്ട് തെളിവുകൾ എന്ന് പറഞ്ഞ് മൗലവി പറഞ്ഞത്? അത് പച്ചക്കള്ളമാണ്, മഹാ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ഞാനതിന് ഉടനെ തന്നെ മറുപടി പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളും കുട്ടികളുടെ അഡ്മിഷനും അതുപോലെ ഉള്ള കാര്യങ്ങളിൽ നല്ല തിരക്കായതുകൊണ്ട് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം ഇവർക്ക് പിന്നെ പഠിക്കാത്തത് കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. എന്നാൽ ഇൻഷാ അല്ലാഹ് മൗലവി പറഞ്ഞത് മുഴുവനും കളവാണെന്നും തെറ്റിദ്ധരിപ്പിക്കലാണെന്നും നേരത്തെ മഹാന്മാരുടെ കിതാബ് വായിച്ച് മൗലവി പറഞ്ഞ കളവുകൾ പിടികൂടിയതുപോലെ ഇൻഷാ അല്ലാഹ് മൗലവിയുടെ ഈ വാദത്തെയും നമ്മൾ കുഴിച്ചു മൂടാൻ പോവുകയാണ്. ആദ്യമായി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തായിരുന്നു പരിശുദ്ധ റമദാൻ ഷരീഫ് വരെയുള്ള നമ്മുടെ ചർച്ച? എന്തായിരുന്നു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട്
ഈ മൗലവി നടത്തിയ ഭീകരമായ അബദ്ധമുണ്ട്. അത് ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ പുത്തൻവാദം പറഞ്ഞു വന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം പറഞ്ഞു വന്ന ആശയമായിരുന്നു അത്. എന്തായിരുന്നു അത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമുകൾ പഠിപ്പിച്ച ആശയം, ആ ആശയത്തിന് ഘടകവിരുദ്ധമായ ആശയമാണ് ഈ കക്ഷികൾ, ഈ കുരുവട്ടൂരിസം ബാധിച്ചവർ, ഈ ഓട്ടിസത്തിൻ്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായിരുന്നു അത്? വിശദമായി നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ കഴിഞ്ഞ 49 എപ്പിസോഡുകൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി നമ്മളത് ഇമാമുകൾ പറഞ്ഞത് വായിച്ചുകൊണ്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സ്വന്തം വകയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, സ്വന്തം വകയിൽ നമ്മുടെ ഉലമാ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെല്ലാം പറഞ്ഞത് ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായിരുന്നു അവിടെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ച ആശയം? വളരെ വ്യക്തമാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മുഴുവൻ വിശേഷണങ്ങളിലായി കാണുക. ഇത് സ്വഹാബിയായ റഈസുൽ മുഫസ്സിരീൻ എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണ്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചില വിശേഷണങ്ങളിലായി കാണുക. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ ആ അഭിപ്രായം പറഞ്ഞവരാണ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞതും അതേ അഭിപ്രായമാണ്. എന്നാൽ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. കാണുന്നവൻ്റെ മനസ്സിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന ഇഅ്തിഖാദ്, ആ ഒരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അതും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഈ മൂന്ന് അഭിപ്രായം അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചതാണ്. എന്നാൽ ഈ മൗലവി കുരുവട്ടൂരിസത്തിൻ്റെ പേരിൽ ഇവിടെ പറഞ്ഞതോ, അത് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ? എന്തായിരുന്നു അത്? ഇത് മൂന്നുമല്ല, നാലാമത്തെ അഭിപ്രായം. ആ അഭിപ്രായം സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധരായ ആളുകൾ പറയുകയും ആ പറഞ്ഞതിനെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് അതിനെ ഗണ്ണിക്കുകയും കിതാബ് എഴുതുകയും ചെയ്തതാണ്. എന്തായിരുന്നു മൗലവി പറഞ്ഞത്? ഈ മൂന്ന് രൂപമല്ല, ഒരാളെ സ്വപ്നം കാണുന്നു, ആ സ്വപ്നം കാണുന്ന വ്യക്തി പറയുന്നു അന റസൂലുള്ളാഹ്, ആ പറച്ചിൽ കൊണ്ട് മാത്രം അത് റസൂലാണ് എന്ന് ഉറപ്പിക്കണം. ഒറ്റ സിഫത്തില്ല, റസൂലുള്ളാഹിയാണെന്ന ഒരു തോന്നലോ ഉറപ്പോ കിട്ടുന്നില്ല. പക്ഷേ അയാൾ പറയുന്നുണ്ട് റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്, അത് പറഞ്ഞതുകൊണ്ട് മാത്രം റസൂലാണ് എന്ന് ഉറപ്പിക്കണം എന്നല്ലേ ഈ മൗലവി ഇവിടെ പറഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നസ്വീഹത്തുൽ ലബീബ് എത്രയോ തവണ നമ്മൾ വായിച്ചില്ലേ? ആ നസ്വീഹത്തുൽ ലബീബിൽ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ഇതേ വാദം ഉന്നയിച്ച ഒരാൾ അയാളോട് പറഞ്ഞതെന്താണ്? ലാ അന്നഹു ലാ ഇബ്റത ബിഖൗലിൽ മർഇ ഫിൽ മനാമി അനൻ നബിയ്യു, സ്വപ്നത്തിൽ വന്ന് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് ഒരാളോടുള്ള നസ്വീഹത്താണ്, ഒരു ഉപദേശമായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം? എന്തായിരുന്നു? ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, വഖുൽത ഇന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യഖൂല അന്നഹു നബിയ്യുൻ, ഞാൻ നബിയാണ് എന്ന് കളവ് പറയാൻ പിശാചിന് കഴിയൂല എന്ന ഒരു വാദമായിരുന്നു ആ മനുഷ്യനുണ്ടായിരുന്നത്. അദ്ദേഹത്തിനോടുള്ള ഉപദേശമായിട്ടാണ് സുംഹൂദി ഇമാം നസ്വീഹത്തുൽ ലബീബ് എഴുതുന്നത്. അതേ വാദം തന്നെയാണ് ഈ കുരുവട്ടൂരി സമ്പാദിച്ച കക്ഷികൾ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അത് സുന്നത്തി ജമാഅത്തിന്റെ ഇമാമുകൾ വളരെ കൃത്യമായി വിശദീകരിച്ചതാണ്. എന്നാൽ ഇവർ പറയുന്ന ഈ കുരുവട്ടൂരിസത്തിന്റെ വക്താക്കൾ പറയുന്ന ആശയത്തെ നമ്മുടെ ഇമാമുകൾ വളരെ കൃത്യമായി ഖണ്ഡിച്ചു. നമ്മൾ ആ ഇബാറത്ത് വായിച്ചു. അതോടുകൂടെ മൗലവി പെട്ടു. അദ്ദേഹം ഇബാറത്തുകളുടെ മുന്നിൽ, പ്രമാണത്തിന്റെ മുമ്പിൽ തകർന്നടിഞ്ഞപ്പോൾ മൗലവി ഒരു കള്ളം പറഞ്ഞു. സുംഹൂദി ഇമാമിന്റെ പേരിൽ ഒരു കള്ളം പറഞ്ഞു. എന്തായിരുന്നു ആ കള്ളം? സുംഹൂദി ഇമാം പറഞ്ഞത് അവിടുന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നസീഹത്തുൽ ലബീബിന്റെ മറ്റൊരു ഭാഗം വായിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു, മൗലവി താങ്കൾക്ക് കിതാബ് അറിയാത്തത് കൊണ്ടാണ്. അത് നസീഹത്തുൽ ലബീബിൽ സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു തിരുത്തിയതല്ല, അത് വേറെ ചർച്ചയാണ് എന്നല്ല, അത് സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് പോലുമല്ല, അത് സുബ്കി ഇമാമിന്റെ ഇബാറത്താണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇൻതഹയുടെ ചർച്ച വന്നത്.
മൗലവി പറഞ്ഞു അവിടെ ഒരു ഇന്തഹയുണ്ടല്ലോ, ഇന്തഹയുണ്ട്, അതിനുശേഷം വരുന്നത് പിന്നെ എങ്ങനെയാ സുബ്കി ഇമാമിൻ്റെതാകും എന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ഇന്തഹ അവിടെ ഇല്ല. ഇന്തഹ അവിടെ വന്നത് പ്രിന്റിംഗ് മിസ്റ്റേക്കായി വന്നതാണ്. അതിൻ്റെ ഒരു ഇന്തഹയുടെ സ്ഥാനം അവിടെ ഇല്ല. കിതാബിൻ്റെ ദൗഖ് അറിയുന്നവർക്കറിയാം അങ്ങനെ ഒരു ഇന്തഹയുടെ സ്ഥാനം അവിടെ ഇല്ല. അപ്പം മൗലവി പറഞ്ഞു എങ്കിൽ അവിടെ ഇന്തഹയില്ലാത്ത അതിൻ്റെ മഖ്തൂത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവന്നാൽ ഇന്തഹയുള്ള മറ്റൊരു മഖ്തൂത്ത് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പറയട്ടെ, ആ വെല്ലുവിളി നിങ്ങൾക്ക് ആദ്യം. ഇന്തഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കും. കണ്ടോ നിങ്ങള്? അപ്പൊ ഇന്തഹ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇന്തഹ ഇല്ലാത്ത അതിന്റെ കയ്യെഴുത്ത് പ്രതി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കിതാബിന്റെ കയ്യെഴുത്ത് പ്രതി അതിന്റെ ഒറിജിനൽ സ്രോതസ് ലോകത്തെവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ നിന്ന് അതിന്റെ ഒറിജിനൽ അതിന്റെ മഖ്തൂത്ത് നമ്മൾ നിയമവിധേയനായി കൈവശപ്പെടുത്തി കൊണ്ടുവന്ന് കാണിച്ചു മൗലവി. ഇന്തഹയില്ലാത്ത കോപ്പി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ഇന്തഹയുള്ള കോപ്പി താങ്കൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കൊണ്ടുവാ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ മൗലവി അന്ന് ആ വെല്ലുവിളിച്ചു എന്നല്ലാതെ ഇന്ന് വരെ ആ കിതാബിൻ്റെ കോപ്പി കൊണ്ടുവന്നോ? അവസാനം പറഞ്ഞത് അൾജീരിയയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞു. അൾജീരിയയിൽ നിന്ന് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും അൾജീരിയയിൽ നിന്നൊരു ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയിട്ടില്ല. എന്തേ മൗലവി കൊണ്ടുവരാത്തത്? എവിടെ പോയി താങ്കളുടെ കോപ്പി? താങ്കൾ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിച്ചു അല്ലേ? റമദാൻ ഷരീഫ് കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ ചർച്ചയൊക്കെ മറന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു അല്ലേ? അങ്ങനെ ഞങ്ങളുടെ പഴയ ഏതെങ്കിലും പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില കിതാബുകളോ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിച്ചാൽ ജനങ്ങൾ പഴയ ചർച്ചകളൊക്കെ മറന്നുപോയിട്ടുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചോ താങ്കൾ? അത് താങ്കളുടെ മുമ്പിൽ ഈ കുരുവ ടൂറിസം എന്ന ഓട്ടിസം ബാധിച്ചിരിക്കുന്നവരെല്ലാം പൊതുസമൂഹം ബുദ്ധിയും വിവേകവുമുള്ളവരാണ്. അതുകൊണ്ട് മൗലവി ആദ്യം ചെയ്യേണ്ടത് മഹാനായ സുംഹൂദി ഇമാമിന്റെ പേരിൽ താങ്കൾ നടത്തിയ വമ്പൻ കളവ്, മഹാവഞ്ചനയുണ്ടല്ലോ, ആ വഞ്ചനക്ക് സമൂഹത്തോട് മാപ്പ് പറയണം. അതല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സുംഹൂദി ഇമാമിന്റെ കിതാബിന്റെ കൈയെഴുത്തു പ്രതിയിൽ നിങ്ങളെ പറഞ്ഞ ഇന്തഹയുള്ള കോപ്പിയുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് ഹാജരാക്കണം. എന്താ അത് ഹാജരാക്കാൻ ഇത്ര താമസം? എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞങ്ങൾ പറഞ്ഞപ്പോൾ ആൺകുട്ടികളെ പോലെ ഏത് രാജ്യത്താണോ അത് ഉള്ളത് ഞങ്ങൾ കൊണ്ടുവന്നു. എവിടെന്നാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, അതബോടെ ചോദിക്ക്. താങ്കൾക്ക് അതിൻ്റെ ഒറിജിനൽ സ്രോതസ് എവിടെയാണെന്ന് അറിയില്ല, മഖ്തൂത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല, കിതാബുകളെ കുറിച്ച് അതിൻ്റെ ബാലപാഠം പോലും അറിയില്ല താങ്കൾക്ക്. അങ്ങനെ അറിയാത്ത താങ്കൾ അറിയില്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ചോദിക്കൂ. ഉടനെ നമ്മൾ പറയും, അടുത്ത സെക്കൻഡിൽ പറയും. എത്ര തവണ പറഞ്ഞു? എന്തേ അഹങ്കാരം മാറ്റിവെച്ച് അറിയൂല എന്ന് സമ്മതിച്ചുകൊണ്ട് ചോദിക്കൂ, ഞാൻ പറയും. മനസ്സിലായോ? അല്ലാതെ താങ്കളെപ്പോലെ അതര വിപ്ലവം നടത്തുകയില്ല, അവകാശവാദം ഉന്നയിക്കുകയില്ല. എന്തേ കിതാബ് കൊണ്ടുവരാത്തത്? അൾജീരിയയുടെ കോപ്പി എവിടെയാ മൗലവിയുള്ളത്? ഇന്തഹയുള്ള അതിൻ്റെ കൈയെഴുത്ത് പ്രതി എവിടെയാണ് നസീഹത്തുൽ ലബീബിൻ്റെ? സമൂഹത്തെ മുഴുവനും പറഞ്ഞ് പറ്റിച്ച്, ഇമാമുകളുടെ പേരിൽ പച്ചക്കളവ് പറഞ്ഞ്, അഇമ്മത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞ്, സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിച്ച്, മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറഞ്ഞു നടക്കുന്നുവോ? അങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളായ താങ്കളെപ്പോലുള്ളവരെ സുന്നത്തി ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ വെറുതെ വിടുമെന്ന ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്നൊരു ധാരണ വേണ്ട. അതുകൊണ്ട് നസീഹത്തുൽ ലബീബിന്റെ പേരിലും അതിൻ്റെ മുസന്നിഫായ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും താങ്കൾ പറഞ്ഞിട്ടുള്ള ഭീകരമായ കളവുണ്ട്. ആ കളവ് ഈ സമൂഹത്തോട് അത് ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണം. താങ്കൾ അതിൽ നിന്നും പിൻവാങ്ങണം. അല്ല എങ്കിൽ ആ നസീഹത്തുൽ ലബീബിൽ ഇന്തഹ എന്ന് താങ്കൾ ആ പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു മഖ്തൂത്ത് അൾജീരിയയിൽ നിന്ന് കൊണ്ടുപോവാ. എന്നിട്ട് ഈ ചർച്ചയിൽ നിന്നും എല്ലാം മൂപ്പരങ്ങോട്ട് സ്കൂട്ടായി, അതിമ തൊട്ടിയില്ല. എന്നിട്ട് മൂപ്പര് വിചാരിച്ചു അങ്ങനെ തൊടാതാണ്ട് പോയാൽ നമ്മളും മൂപ്പരങ്ങ് വിട്ടുകൊടുക്കുമെന്ന് വിചാരിച്ചു അല്ലേ? അതുകൊണ്ട് മൗലവി ആദ്യം പറയട്ടെ, താങ്കൾ ഇനി വായ തുറക്കുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച്, കിതാബിനെക്കുറിച്ചാണ് ഈ ചർച്ച വേണ്ടത്. മനസ്സിലായല്ലോ? ഇരിക്കട്ടെ. അപ്പോൾ അൾജീരിയയുടെ കോപ്പി
അൾജീരിയൻ കോപ്പി വരട്ടെ. ആദ്യം അതാണ് കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് മൗലവിയോട് ഞാൻ പറയുന്നു, അത് അങ്ങനെ ഇവിടെ മൂടി വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാമെന്ന ഒരു ധാരണ താങ്കൾക്ക് വേണ്ട എന്ന് ഞാൻ പറയുകയാണ്. ഇനി കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് മൂപ്പര്? കഴിഞ്ഞ പ്രസംഗത്തിൽ എന്താ മൗലവി പറഞ്ഞത്? ആകെ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് എൻ്റെ പുസ്തകം, രണ്ടാമത്തത് മജീദ് സഖാഫിയുടെ പുസ്തകം. ഇത് രണ്ടിൻ്റെയും വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകും. എന്താണ്? എൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വായിച്ചിട്ട് കാര്യമായിട്ട് പറയാം. ഓ മൗലവി, താങ്കൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ കയ്യിൽ നസീഹത്തുൽ ലബീബത്തി, കവാകിബുസ് സാഹിറത്തി, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ വന്നു. കൂടുതൽ പഠനങ്ങൾ നടത്തി ഇമാമുകളുടെ വിശദീകരണങ്ങൾ കൂടുതൽ നമ്മുടെ മുമ്പിലെത്തി. സ്വാഭാവികമായും ആ ഇമാമുകളുടെ വിശദീകരണങ്ങൾ കാണുമ്പോൾ ഇമാമുകൾ പറഞ്ഞതിനോട് കൂടെ നിൽക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാകേണ്ടത്. അല്ലാതെ താങ്കളെപ്പോലെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ഉലമാ സംസാരിക്കുമ്പോൾ, പേരുസ്താദ് ഇമാം ഖറാഫി തങ്ങളെ അവിടുത്തെ വാക്കുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അതുപോലെ സുംഹൂദി ഇമാമിൻ്റെ വാക്കുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, പേരുസ്താദിനെയും നമ്മുടെ ആലിമീങ്ങളെയും നോക്കി വഹാബി എന്ന് വിളിക്കുന്ന മൗലവി, താങ്കൾ ആദ്യം വഹാബി എന്ന് വിളിക്കേണ്ടത് ആരെയാണ്? ആ ഇമാമുകളെയല്ലേ? അപ്പൊ ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും താങ്കളുടെ പുത്തൻവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന താങ്കളെപ്പോലെ അഹങ്കാരിയല്ല ഞങ്ങൾ. അത് മനസ്സിലാക്കണം. താങ്കൾ ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ ഇമാമുകൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ കാണുമ്പോൾ ആ ഇമാമുകൾ പറഞ്ഞതിനോട് കൂടെ നിൽക്കണം. അതാണ് അദബ്, അതാണ് സുന്നത്തി ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞത് കണ്ടിട്ടും അതിന് വിരുദ്ധമായി പറയുന്നതാണ് അഹങ്കാരം. ആ അഹങ്കാരിയല്ല ഞങ്ങൾ എന്നതുകൊണ്ട് ഇമാമുകളായ മഹാന്മാരെന്ത് പറഞ്ഞു, ആ പറഞ്ഞ ഉദ്ധരണികളും വിശദീകരണങ്ങളും കാണുമ്പോൾ ഇമാമുകൾ പറഞ്ഞതിനോട് കൂടെ നിൽക്കുന്നു. അതാണ് ഞങ്ങൾ പഠിച്ച ആശയം, അതാണ് ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ച ആശയം, അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമുകളും പഠിപ്പിച്ച ആശയം. മനസ്സിലായോ? എന്നിട്ട് ഇതൊരു വലിയ ആനത്തലയായി അവതരിപ്പിക്കുക. എന്താണ് മൗലവി, പ്രാമാണികമായി യാതൊന്നും പറയാനില്ലാതെ വന്നപ്പോ ഇങ്ങനെ എളുപ്യനാകാൻ പോകണോ മൗലവി? എന്തിനിങ്ങനെ ചെറുതായി പോകണം? എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാം. അപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്താണ്? ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കണ്ടിട്ടും എന്നറിഞ്ഞിട്ടും അത് പഠിച്ചിട്ടും അതിന് വിരുദ്ധമായി എഴുതുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ വിമർശിക്കേണ്ടത്. കുരുവട്ടൂരിസം ഓട്ടിസം ബാധിച്ച ആളുകൾ ചിന്തിക്കണം. അദ്ദേഹം സുംഹൂദി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് കണ്ടിട്ടും, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് കണ്ടിട്ടും അദ്ദേഹം അതിന് ഘടകവിരുദ്ധമായി എഴുതുമ്പോഴല്ലേ അത് വിമർശിക്കപ്പെടേണ്ടത്. അതല്ലേ മൗലവി താങ്കളെ ഞങ്ങൾ വിമർശിക്കുന്നത്. താങ്കൾ ഇപ്പൊ പറയുന്നത് ഇമാമുകൾ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് കേട്ടിട്ടും താങ്കൾ പറഞ്ഞതിന് വിരുദ്ധമായതാണ് മഹാന്മാരായ അയിമ്മത്തിന്റെ നിലപാട് എന്ന് അറിഞ്ഞിട്ടും താങ്കൾ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയുകയാണ്. താങ്കളുടെ കൂടാരത്തിലെ ഗ്രിപ്പിന് വേണ്ടി ആ ഇമാമുകളെ അടച്ചാക്ഷേപിക്കുകയാണ്. ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാരെ എന്തിൻ്റെ പേരിലാണ് താങ്കൾ വഹാബി എന്ന് വിളിക്കുന്നത്? അവർ ഇമാമുകളുടെ കിതാബ് വായിച്ചിട്ടല്ലേ അർത്ഥം വെക്കുന്നത്? അവരുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞു ഇല്ലേ? ഇല്ല. അപ്പൊ ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ച് വായിച്ചവർ വിശദീകരിക്കുമ്പോൾ, പേരോടുസ്താദ് വിശദീകരിക്കുമ്പോൾ പേരോടുസ്താദിനെ വഹാബി എന്ന് വിളിക്കുകയാണ് മൗലവി. ആ മഹാന്മാരായ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയാണ് മൗലവി. അപ്പൊ ചിന്തിക്കണ്ടേ? കുരുവട്ടൂരിസത്തിൽ വാദിച്ച് തലച്ചോറ് പണയം വെക്കാത്തവർ ചിന്തിക്കണ്ടേ? അത് പേരോടുസ്താദിന്റെ അഭിപ്രായമല്ലല്ലോ, അത് ഇമാം ഖറാഫി തങ്ങളുടെ അഭിപ്രായമല്ലേ, ഇമാം സുംഹൂദി തങ്ങളുടെ അഭിപ്രായമല്ലേ, അയിമ്മത്തിന്റെ അഭിപ്രായമല്ലേ? അപ്പൊ ആ വിളി നേരെ പോകുന്നത് ആ അയിമ്മത്തിലേക്കല്ലേ എന്ന് അവിടെ ഈമാനുള്ളവർ ചിന്തിക്കണ്ടേ? അപ്പൊ താങ്കൾ ചെയ്യുന്നത് ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെയും ഏറ്റവും വലിയ പുത്തൻവാദത്തിന്റെയും അടയാളമല്ലേ താങ്കളിൽ നിന്ന് വരുന്നത്? ഇമാമുകൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന്
താങ്കൾ കണ്ടിട്ടും ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും വീണ്ടും ആ ജഹാലത്തിൽ തന്നെ തുടരുന്നു, എന്നാൽ ഞങ്ങൾ അതിന് കിട്ടൂല. അത് വലിയ സംഗതിയായി പറയണ്ട. ഇമാമുകൾ പറഞ്ഞത് കണ്ടാൽ അത് ആരെങ്കിലും പറഞ്ഞതല്ല, ഇനി അത് പറഞ്ഞു വരണ്ട. ആരെങ്കിലും താങ്കൾ പറയുന്നത് ഞങ്ങളുടെ ഇമാമുകൾ പഠിപ്പിച്ച കിതാബിൽ നിന്നും ഉസ്താദുമാർ പഠിപ്പിച്ച ആശയം വിട്ടെറിഞ്ഞ് താങ്കൾ ഈ പുതിയ ജഹാലത്തിൽ പോയത് അത് ഏതോ ഒരു മൗലവി കള്ളത്വരീഖത്തിൽപ്പെട്ട് പിഴച്ച ജാഹിലീങ്ങളായ കള്ളത്വരീഖത്തിന്റെ ശൈഖന്മാർ എന്ന് അവകാശവാദം ഉന്നയിച്ച് നടക്കുന്ന വ്യാജന്മാരായ ജാഹിലീങ്ങളെ വാക്ക് കേട്ടിട്ടല്ല. പിന്നെയോ ലോകത്ത് പ്രകാശം പരത്തിയ മഹാന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ച ഇബാറത്തുകൾ നോക്കി പഠിച്ചിട്ട് അതിനോടുകൂടെ നിൽക്കുകയാണ്. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് മൗലവി ആദ്യം മനസ്സിലാക്കും. ഇനി എന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് മൗലവി പറഞ്ഞ ആ ഒരു ഭാഗം കൂടി കേൾക്കാം. അബ്ദുല്ലാഹിബ്നു ഖലഫ് എന്നവർ പറയുന്നു, ഞാൻ എന്റെ സഹോദരൻ മൂസയുടെ രൂപത്തിൽ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടു. അപ്പൊ മൂസനെ ആർക്കറിയാ? ഈ പറഞ്ഞ അഹ്മദ് ബിൻ ഖലഫിന് അറിയാ. മൂസനെ കണ്ട അറിയാലോ, സഹോദരനല്ലേ. അപ്പൊ മൂസയുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ റസൂലാണ്. അപ്പൊ മനസ്സിലായി ഇത് റസൂൽ തന്നെയാണ്. പക്ഷെ അതിനൊരു പൊരുളുണ്ട്, വ്യാഖ്യാനുണ്ട്. അതെന്താ? ആ സഹോദരനായ മൂസക്ക് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം. കണ്ടത് ആരിൽ നിന്നുള്ള സ്വപ്നം തന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ആ 50 എപ്പിസോഡുകളെയും നമ്മൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. താങ്കൾക്ക് അങ്ങനെ സ്വപ്നങ്ങളുണ്ടാകും മൗലവി, താങ്കൾക്ക് അങ്ങനെ പല സ്വപ്നങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ എപ്പിസോഡുകളും അത് പ്രാമാണികമായ വിശദീകരണമാണ്. താങ്കളുടെ പിഴച്ച വാദങ്ങൾ മുഴുവനും കുഴിച്ചു മൂടിയതാണ്. അത് അങ്ങനെ കുഴിച്ചു മൂടാൻ താങ്കൾക്ക് കഴിയൂല. എന്താ മൗലവി പറഞ്ഞത്? താങ്കളെ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് എത്ര വിഷയം നമ്മൾ പഠിപ്പിച്ചു, ഇപ്പോഴും അത് താങ്കൾ ആ വിഷയം പോലും പഠിച്ചില്ല എന്ന് പറയുന്നത് എത്രമാത്രം ലജ്ജാവഹമാണ് മൗലവി. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ 3 അഭിപ്രായമാണുള്ളത്. അതിൽപ്പെട്ട ഒരു അഭിപ്രായമാണ് കാണുന്നവനിത് റസൂലാണ് എന്ന ഒരു ഉറപ്പ് ലഭിക്കുക. ആ ഉറപ്പ് ലഭിക്കുന്നതിനെ സംബന്ധിച്ചാണ് എൻ്റെ പുസ്തകത്തിലെ 585 പേജിൽ ആ സംഭവം പറയുന്നത്. അഹ്മദ് ബിൻ ഖലഫ് പറയുന്നത്, എൻ്റെ സ്വന്തം സഹോദരൻ മൂസയുടെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞത് കാരണം ആ കാണുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ഒരു ഉറപ്പ്, ഒരു ഇത്തിഖാദ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സുബ്കി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകളുടെ നിലപാടല്ലേ? ഈ 3 അഭിപ്രായം ഞങ്ങൾ നേരത്തെ പറയുന്നതല്ലേ? ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ല മൗലവി. അപ്പൊ തർക്കമില്ലാത്തതും തർക്കമുണ്ട് എന്ന് വരുത്തി തീർത്ത് ഞങ്ങളുടെ കിതാബിൽ നിന്നും പുസ്തകത്തിൽ നിന്നൊക്കെ വായിക്കുക. ഇത് തന്നെയാണ് മജീദ് സഖാഫിയുടെ പുസ്തകത്തിലും താങ്കൾ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അപ്പോ മനസ്സിൽ ഒരു ഇത്തിഖാദ് ലഭിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇബ്നു അബ്ദുൽ അസീസ് ദബ്ബാഅ് തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സൂറത്തി ശൈഖിന, എൻ്റെ ശൈഖുനയുടെ രൂപത്തിൽ റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. കണ്ടപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന ഇത്തിഖാദ് അദ്ദേഹത്തിന് ലഭിച്ചു. ഇതിലാരാ തർക്കം പറഞ്ഞത്? ഇത് നമ്മൾ എന്നും വിശദീകരിക്കുന്നതല്ലേ. അപ്പൊ മൗലവി എൻ്റെ പുസ്തകത്തിൽ കാര്യമായി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് മൗലവി കൂടെയുള്ള ഓട്ടി സമ്പാദിച്ച സാധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുരുവട്ടൂരിസം എന്ന് പറയുന്ന പിഴച്ച കക്ഷികളിൽ പെട്ടുപോയവരെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ മൗലവി പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്, വഞ്ചന നടത്തിയിരിക്കുകയാണ്. നമ്മൾ ഇമാമുകളുടെ അഭിപ്രായങ്ങൾ എടുത്ത് വിശദീകരിച്ചതിൽ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നതാണ്, മനസ്സിൽ ഇഅ്തിഖാദ് ലഭിച്ചവർക്ക് ആ കാണുന്നത് റസൂലുള്ളാഹിയാണെന്ന് ഉറപ്പിക്കാം എന്ന് ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതല്ല താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് അങ്ങനെ ഇഅ്തിഖാദ് പോലും ലഭിച്ചിട്ടില്ല. പ്രത്യേകം ചോദിച്ചല്ലോ, പെരിന്തൽമണ്ണയിൽ വെച്ചൊരു മുത്തഅല്ലിം ചോദിച്ചില്ലേ, കാണുന്നത് നൗഷാദിന്റെ രൂപമാണ്. അപ്പൊ കാണുന്നവർക്ക് ഒരു തോന്നലുമില്ല, ഉറപ്പ് കിട്ടുന്നില്ല എന്നല്ല, തോന്നൽ പോലുമില്ല, അത് റസൂലുള്ളാഹിയാണെന്ന് തോന്നുന്നു പോലില്ല. പിന്നെ ആരാണ് ഇത്? നൗഷാദാണ്, കള്ളത്വരീഖത്തിലേക്ക് പോയ നൗഷാദാണ് എന്ന
ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾ, പക്ഷേ ആ കാണുന്ന നൗഷാദിന്റെ രൂപത്തിൽ വന്ന ശൈത്വാന് പറയുന്നുണ്ട് അന റസൂലുള്ളാ എന്ന് പറഞ്ഞാലും അത് റസൂലാണെന്ന് ഉറപ്പിക്കണോ എന്ന ചോദ്യത്തിന് എന്താ താങ്കൾ പറഞ്ഞത്? ഉറപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഒറ്റ സിഫത്തില്ല, റസൂലുള്ളയാണെന്ന് വിശ്വാസം വരുന്നില്ല, പക്ഷേ പറയുന്നു അന റസൂലുള്ള എന്നതുകൊണ്ട് മാത്രം ഉറപ്പിക്കണം എന്നതല്ലേ താങ്കൾ പറഞ്ഞിരുന്നത്? അത് ഏത് ഇമാമാണ് പറഞ്ഞത്? അതിന് ഉദ്ധരണി ചോദിച്ചിട്ട് ഇതുവരെ വായിച്ചോ മൗലവി? ഇല്ല. എന്നാൽ എൻ്റെ കിതാബിൽ പറഞ്ഞത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിലുള്ള ആ സംഭവമാണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി, അതെങ്കിലും മനസ്സിലാക്കാനുള്ള തലച്ചോറൊന്ന് കാണിച്ചുകൂടെ മൗലവി? പച്ച മലയാളത്തിൽ എഴുതിയ കിതാബ് പോലും വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത താങ്കൾ പിന്നെ മജീദ് സഖാഫിയുടെ അറബിയിലുള്ള കിതാബിലേക്ക് പോയിരിക്കുന്നു. അവിടെയും താങ്കൾക്ക് രക്ഷയില്ല. അവിടെയും മൗലവി നടത്തിയത് ഭീകരമായ അബദ്ധമാണ്, ഭീമമായ അബദ്ധമാണ്. ഈ നിലക്ക് കള്ളം മാത്രം പറയുന്ന മൗലവി, അദ്ദേഹത്തിന് ചില അതിമോഹങ്ങളുണ്ട്. എന്താണ് അതിമോഹങ്ങളൊന്ന് കേൾക്കട്ടെ. ഇന്ന് കാര്യമായി ഇവരുടെ സംഘടനയുടെ മീറ്റിംഗ് അങ്ങ് തൃശൂർ ഭാഗത്ത് നടക്കുമ്പോ അവിടെ സംഘടന നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിലാദ്യം എഴുന്നേറ്റ് വന്നത് നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ നമ്മൾ ഏറ്റവും പ്രതിസന്ധി നേരിട്ടത് അത് കുരുവട്ടൂർ വിഭാഗത്തിൽ നിന്നാണ് എന്നാണ്. എന്താ അത് മൗലവി മനപ്പായസമുണ്ടാണ്. താങ്കൾക്ക് തോന്നാണ് മൗലവി ഞങ്ങളെ മഹാപ്രസ്ഥാനത്തിൻ്റെ സുസംഘടിതമായ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ജീവിക്കുന്ന കണ്ണും കാതുമുള്ള ആരും അത് അംഗീകരിക്കുന്നതാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ താങ്കളുടെ ഈ കുരുവട്ടൂരിസം എന്ന ഓട്ടിസത്തിന് ജനാഹ ബഅൂദയുടെ വിലയില്ല. കൊതുക് ചിറകിൻ്റെ വിലക്ക് നമ്മൾ കൽപ്പിക്കുന്നില്ല മൗലവി. അതുകൊണ്ട് അങ്ങനെ മനപ്പായസം ഉണ്ണുന്നുവെങ്കിൽ സമാധാനത്തിന് വേണ്ടി അങ്ങനെ കരുതിയിരുന്നു. അപ്പോൾ മജീദ് സഖാഫി എഴുതിയ ഈ കിതാബിൽ ഇതിലിപ്പോൾ എന്താണ് മൗലവി കാര്യമായിട്ട് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇയാൾക്ക് എന്താണ് ഇവിടെ ചർച്ച എന്നത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നും എന്തിനെയാണ് നമ്മുടെ ആലിമീങ്ങൾ എതിർത്തത് എന്നും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ശരിയായ ഇഅ്തിഖാദ് വിശ്വാസം എന്താണ് എന്നും ഇയാൾ പഠിച്ചിട്ടില്ല, കിതാബ് തിരിഞ്ഞിട്ടില്ല. എന്താണ് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി തങ്ങൾ ശറഹുൽ മഖാസിദിൽ പറഞ്ഞത്? എന്താണ് അയിമ്മത്ത് നമ്മുടെ അഖീദയുടെ കിതാബിൽ പറഞ്ഞത്? എന്താണ് താങ്കൾ പറയുന്ന വിവരക്കേട്? ഇതൊന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഈ മൗലവിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. മജീദ് സഖാഫി എഴുതിയ ഈ കിതാബിൽ നിന്ന് അദ്ദേഹം കാര്യമായി വായിച്ചതെന്താണ്? നമ്മുടെ ഉലമാഇനെ മുഴുവനും അടച്ചാക്ഷേപിച്ച്, നമ്മുടെ സമസ്ത എന്ന് പറയുന്ന പർവ്വത സമാനരായ പണ്ഡിതന്മാരുടെ സഭ, ആ സഭയെ അടച്ചാക്ഷേപിച്ച് ഈ കിതാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് മൗലവി പറഞ്ഞ കള്ളങ്ങൾ മുഴുവനും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൗലവിയുടെ വിവരക്കേടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായിരുന്നു? കാര്യമായിട്ട് ഖുതുബുൽ ആലം എന്ന ഒരു പദപ്രയോഗത്തെക്കുറിച്ച് ഓ സഹോദരങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഖുതുബുൽ ആലവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചതാണ്. മഹാന്മാർക്ക് ഖുതുബ് എന്ന് പറയുന്ന ഒരു പദവി അത് ഇല്ല എന്ന് ഒരിക്കലും നമ്മുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. എന്നാൽ മഹാന്മാരുടെ ഇത്തരം പദവികളും ദറജകളും അത് നിഷേധിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികളെ വളരെ കൃത്യമായിട്ട് പ്രമാണം വെച്ചുകൊണ്ട് ഗണ്ണിക്കുകയും അവരെ നേരിടുകയും ചെയ്തവരാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അതിനെ വിമർശിച്ചപ്പോ, അതിനെ നിഷേധിച്ചപ്പോ, മഹാന്മാരുടെ ഔലിയാക്കളുടെ പദവികളെ നിഷേധിച്ചപ്പോ, അവരുടെ കറാമത്തിനെ നിഷേധിച്ചപ്പോ, അവരുടെ മഹത്വത്തെ നിഷേധിച്ചപ്പോ, അതിനെ പ്രമാണം വെച്ചുകൊണ്ട് അവരെ നേരിട്ടത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരാണ്. അങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എതിരാളികളെ നേരിടാൻ വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഇവിടെ കേരളത്തിൽ അങ്ങനെ പുത്തൻവാദികൾ വന്നപ്പോൾ അവരെ ഇരുത്തേണ്ടിടത്തിരുത്തി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശത്തെ വാനോളം ഉയർത്തിയത് ഞങ്ങളെ ആലിമീങ്ങളാണ്. അതിപ്പോഴും ഞങ്ങളെ ഉലമ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഉലമാഇന്റെ മുമ്പിൽ ചെന്ന് അതവോടെ കുരുത്തത്തോടെ പഠിച്ചെടുത്ത് ഞങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ഉലമാഇനെ ചൂണ്ടിയിട്ടാണോ താങ്കൾ
ഖുതുബ് എന്ന പദവി മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നത്? മൗലവി കളവ് പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅ്ത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? നാണമില്ലെങ്കിൽ തോന്നിയതൊക്കെ ചെയ്തോ. നാണം വേണം മനുഷ്യനായാൽ. നാണമില്ലാതിരുന്നാൽ പിന്നെ എന്തും പറയും, ഒരു മടിയും ഉണ്ടാകും. അതിൻ്റെ ഭാഗമാണ് ഈ മൗലവി പറഞ്ഞത്. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയുടെ അസ്ല്? ഞങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ അസ്ലിൽ നിന്നുകൊണ്ടാണ് മജീദ് സഖാഫി ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ആ അസ്ല് താങ്കൾക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ കിതാബ് മറിച്ചുകൊണ്ട് ഇത്രയും ഭീകരമായ കളവുകളും ഭീകരമായ അബദ്ധങ്ങളും പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ, ഖുതുബ് എന്ന ഒരു പദവി മഹാന്മാരായ ഔലിയാക്കൾക്കില്ല എന്ന് ഞങ്ങളുടെ ഒരു ആലിമും പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ഞങ്ങളെ ഉസ്താദുമാര് പറഞ്ഞത്? ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പന്മള ഉസ്താദ്, അള്ളാഹുവേ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഭിമാനമല്ലേ അവിടുന്ന്? ബഹുമാനപ്പെട്ടവർ കണ്ട കിതാബ്, അവിടുന്ന് മുത്വാലഅ ചെയ്ത കിതാബ് മൗലവി അത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല താങ്കൾ. എന്നിട്ട് പൊന്മുള ഉസ്താദിനെ വിമർശിക്കേ. എന്താണ് ഉസ്താദ് അവറുകൾ പറഞ്ഞത്? ഉസ്താദ് അവറുകൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. എന്താണതെന്ന് കേൾക്കാദ്യം. കുത്തുബല്ല എന്നാണ് മൂപ്പരുടെ പേര്. അതാണ് മൂപ്പർ മഹത്തുമായിരുന്നത്. ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ കുത്തുബുസ്സമാ മകള് പറയില്ലേ, കുത്തുബുസ്സമാ മമ്പുറം. അതാരായിരുന്നു? അവ പറഞ്ഞു അവിടെ ഉണ്ടായിരിക്കണ്ട പറഞ്ഞിരിക്കണ ആരാ പറഞ്ഞത്? മൂപ്പരുടെ മുരീദും കൂടിയായിരുന്നു. വലിയ ആരിഫില്ല, വലിയ ആളുവാണ്. ആര്? ഉമർക്കാവി അൽ ബിലംകൂത്തി, വെളിയങ്കോട് ഉമർക്കാവി തങ്ങൾ. അവരാണ് പറഞ്ഞത് മമ്പറം തങ്ങൾ കുത്തുബുസ്സമാനാണ്. വെറുതെ ആള് വന്നുകൊണ്ട് ഞാൻ കുത്തില്ല. വളരെ വ്യക്തമാണല്ലോ. അപ്പൊ ഈ ക്ലിപ്പിട്ടിട്ടുകൊണ്ടാണ് മൗലവി പൊന്മുള ഉസ്താദിന്റെ പേരിൽ പച്ചക്കളവ് പറയുന്നത്. എന്താണ് ഉസ്താദ് പറഞ്ഞത്? നമ്മൾ കേട്ടില്ലേ? ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഖുതുബുൽ ആലമാണ് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് തങ്ങളവറുകളുടെ പദവി എന്ന് ആരാണ് പറഞ്ഞത്? കാരണം മഹാന്മാരായ ഔലിയാഇന്റെ ദറജ മനസ്സിലാക്കണമെങ്കിൽ അത് ഔലിയാക്കൾക്കല്ലേ കഴിയൂ. വിലായത്തിന്റെ പദവി എത്തിച്ച ആരാണത് പറഞ്ഞത്? അഥവാ അങ്ങനെ പറഞ്ഞ ഒരാൾ പൊന്മുള ഉസ്താദിന് അടുത്ത് കിട്ടിയിട്ടില്ല. ഉസ്താദിന് അങ്ങനെ വിലായത്തിന്റെ പദവിയിലെത്തിയ ഒരാള് ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് ഖുതുബുൽ ആലം എന്ന് വിളിച്ചതായ ഒരു തെളിവ് ആർക്ക് കിട്ടിയിട്ടില്ല? പൊന്മുള ഉസ്താദിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഉസ്താദ് അത് അംഗീകരിക്കും. അതുകൊണ്ട് വിലായത്ത് അംഗീകരിക്കാത്തതല്ല. ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി തങ്ങളെ അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ് പൊന്മുള ഉസ്താദ് എന്ന് മാത്രമല്ല, അത് സമൂഹത്തെ പഠിപ്പിക്കുന്നവരുമാണ്. ഔലിയാക്കളുടെ മർത്തബയും ത്വരീഖത്തും ഷെയ്ഖും വളരെ കൃത്യമായി സമഗ്രമായി വിശദീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്ര പ്രൗഢമായ ഒരു രചന നടത്തിയ മറ്റൊരു പണ്ഡിതനാരാണുള്ളത്? ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായി സമൂഹത്തിൽ സേവനം ചെയ്യുന്ന മഹാപണ്ഡിതന്മാർ, അവരെ സംബന്ധിച്ച് കളവ് പറയും. അപ്പൊ പൊന്മുള ഉസ്താദിന്റെ അടുക്കൽ അങ്ങനെ വിലായത്തിന്റെ പദവി എത്തിയ അഥവാ മഹാനായ സിഎം വലിയുല്ലാഹി തങ്ങളുടെ ദറജയെപ്പറ്റി പറയാൻ മാത്രം യോഗ്യതയുള്ള ഒരാള് അങ്ങനെ പറഞ്ഞതായ ഒരു വിവരം ഉസ്താദിന് കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അതാണ് ഉസ്താദ് ചോദിച്ചത്, അങ്ങനെ ആരാ പറഞ്ഞത്? ഉസ്താദിന്റെ അടുക്കൽ അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നുവെങ്കിൽ ഉസ്താദ് അത് അംഗീകരിക്കുമായിരുന്നു. എന്നിട്ട് ഉസ്താദ് ഒന്നും കൂടെ പറഞ്ഞു, മമ്പുറം തങ്ങളെ സംബന്ധിച്ച് മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളാണ് പറഞ്ഞത്. അങ്ങനെ ആരാണ് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ മജീദ് സഖാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയതോ? അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയത് മജീദ് സഖാഫിക്ക് കൃത്യമായ ഒരു വിവരം കിട്ടി. ഞാൻ അന്വേഷിച്ചു. ഞാൻ ഈ പുസ്തകം വാങ്ങിയത് ഇതിന്റെ മുസന്നിഫിൽ നിന്നും തന്നെയാണ്. മുസന്നിഫിന് എഴുതി തന്നു, അബ്ദുൽ അസീസ് ബിൻ അബ്ദുറഹ്മാൻ സഖാഫി അൽ വാളക്കുളം. എനിക്ക് ഇജാസത്ത് അടക്കം തന്നിട്ടാണ് ഈ കിതാബ് ഞാൻ കൈപ്പറ്റിയത്. എന്താണ് ഇതിന്റെ വിശദവിവരം മുസന്നിഫിൽ നിന്ന് ചോദിച്ചു. മുസന്നിഫ് കൃത്യമായിട്ട് പറഞ്ഞു, സിഎം വലിയുല്ലാഹി തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മുരീദ്, അദ്ദേഹം ഭൗതികമായ യാതൊരു ബന്ധുവില്ലാതെ ഒരു ജോലിക്കും പോകില്ല, എന്നാൽ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ഹദിയ സ്വീകരിക്കുകയോ ഒന്നുമില്ല.
ദുനിയാവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ. ഈ ചർച്ചകളൊന്നും അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പൊന്മുള ഉസ്താദ് ഈ വിവരം നൽകിയതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയെ സംബന്ധിച്ച് അവിടത്തെയും അതുപോലെ വടകര മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിററുൽ അസീസ് തങ്ങളുമായൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ഒരാൾ, അദ്ദേഹം ദുനിയാവുമായിട്ട് പറ്റിയ ഉസ്ലത്തിൽ ജീവിച്ച ഒരാൾ, മജീദ് ഉസ്താദുമായിട്ട് വലിയ ബന്ധത്തിലുണ്ടായിരുന്നു. അപ്പോൾ മജീദ് ഉസ്താദിനോട് അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു, കുന്നമംഗലത്താണ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് ആരെയോട്? മജീദ് സഖാഫിയോട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മജീദ് സഖാഫി എഴുതിയത്. അപ്പോൾ മജീദ് സഖാഫിക്ക് തെളിവുണ്ട്. അദ്ദേഹത്തോട് വിശ്വാസയോഗ്യനായ അത് കേട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറഞ്ഞത് കേട്ട CM വലിയുല്ലാഹി തങ്ങൾ തന്നെ പറയുന്നത് കേട്ട അദ്ദേഹം മജീദ് സഖാഫിയോട് പറഞ്ഞു. അപ്പം മജീദ് സഖാഫിക്ക് അത് എഴുതാം. പൊന്മുള ഉസ്താദിനോട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ല, ഉസ്താദിന് ആ വിവരം കിട്ടിയിട്ടില്ല. എന്നാൽ ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടത് തുറന്നു പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അത് വേണ്ട. കാരണം ഇദ്ദേഹം ഈ ചർച്ചകളൊന്നും ശ്രദ്ധിക്കാത്ത, പൂർണ്ണമായും ഉസ്ലത്തിലായി അങ്ങനെ നടന്ന് മഖബറയിൽ നിന്ന് മഖബറയിലേക്ക് അങ്ങനെ നടന്ന് ജീവിക്കുന്ന ഒരാളാണ്. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മജീദ് ഉസ്താദ് ഈ ഗ്രന്ഥത്തിൽ ഇത് എഴുതിയത്. എന്ന് വിവരം കിട്ടിയത് എവിടെ നിന്നാണ്? CM വലിയുല്ലാഹി തങ്ങളുടെ കൂടെ ഒരുപാട് കാലം നടന്ന ഇദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടാണ്. വസാനിയൻ ശൈഖുനാ വലിയുല്ലാഹി മുഹമ്മദ് ഹാജി വടകര മുഹമ്മദ് ഹാജി പറയുന്നതും ഇദ്ദേഹം കേട്ടത് അദ്ദേഹം ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദിനോട് പറഞ്ഞു. അപ്പോൾ മജീദ് ഉസ്താദ് ഈ കിതാബ് എഴുതിയത് അദ്ദേഹത്തിന് കൃത്യമായ വിവരം ലഭിച്ചു. വിശ്വാസയോഗ്യനായ ഒരാൾ, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറയുന്നത് കേട്ട ഒരാൾ മജീദ് ഉസ്താദിനോട് നേരിട്ട് പറഞ്ഞു. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറയാൻ മാത്രം വലിയ ആളാണ്. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ദറജയെക്കുറിച്ച് പറയാൻ മാത്രം വലിയ ആളാണ്. അതുകൊണ്ട് തന്നെ മജീദ് ഉസ്താദ് എഴുതിയതും ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞതും ഒരു വൈരുദ്ധ്യമില്ല മൗലവി, ഒരു വൈരുദ്ധ്യമില്ല. അത് താങ്കൾക്ക് വൈരുദ്ധ്യം തോന്നുന്നതാണോ? അത് താങ്കൾക്ക് പനി പിടിച്ചിട്ടാണ്. പനിച്ചവന് വെള്ളം കുടിക്കുമ്പോൾ കയ്പ് തോന്നും. അത് വെള്ളത്തിൻ്റെ കുഴപ്പമില്ല, എനിക്ക് പനി പിടിച്ചിട്ടാണ് എന്നതുപോലെ താങ്കൾക്ക് വൈരുദ്ധ്യം തോന്നുന്നു, അത് ഞങ്ങളെ കുഴപ്പമല്ല, അത് താങ്കൾക്ക് ബിദ്അത്തിന്റെ അസുഖം പിടികൂടിയതാണ് എന്ന് താങ്കൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ഇനി ഇതിൽ നിന്നും ചില ഇബാറത്തുകളൊക്കെ വായിച്ചിട്ട് മൗലവി പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ ഷെയ്ഖാണ് എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ പറഞ്ഞു, അത് ഷെയ്ഖല്ല എന്ന് പൊന്മുള ഉസ്താദ് പറഞ്ഞു എന്നൊക്കെ മൗലവി ഇങ്ങനെ പറയാണ്. മൗലവി, താങ്കൾക്ക് ഔലിയാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയോ? എന്തിനാണ് ഷെയ്ഖ് എന്ന് ഏതർത്ഥത്തിലാണ് പറയുക? പല അർത്ഥത്തിലും ഷെയ്ഖ് എന്ന പദപ്രയോഗം നടത്താറുണ്ട്. ഔലിയാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഒരുപാട് ഇസ്തിലാഹാത്തുകളുണ്ട്. അത് ജാഹിലായ താങ്കൾക്കറിയാത്തതുകൊണ്ട് താങ്കൾ ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മൗലവി ഇത്തരം തർക്കമില്ലാത്ത വിഷയങ്ങൾ പോലും അതിൻ്റെ വസ്തുത എന്താണെന്ന് ഗ്രഹിക്കാതെ ഈ മൗലവി സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ആ കിതാബിലും മൗലവി പറഞ്ഞതുപോലെയല്ല, അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉസ്താദുമാര് നമ്മുടെ ഉലമാ പറഞ്ഞതിനെതിരായിട്ടൊന്നും അതിലില്ല എന്നതുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇനി എന്താണ് മൗലവി? നമുക്കിടയിൽ തർക്കമില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കൂടി തർക്കമുള്ളതായിട്ട് അവതരിപ്പിക്കുകയാണ് മൗലവി. എന്താണ്? നമുക്ക് ഒരുപാട് വിഷയങ്ങൾ തർക്കമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് തർക്കമില്ലാത്ത കാര്യങ്ങളെ തർക്കമുള്ളതായി അവതരിപ്പിച്ച് അതിന് മറുപടി പറയാം. അത് എല്ലാ പുത്തൻവാദികളുടെയും ഒരു പൊതു സ്വഭാവമാണ്. അയാൾ പറയട്ടെ, അവരുടെ ഭരണപരിധി എത്രയെന്ന് ഇതിന്റെ 50-ാമത്തെ പേജിൽ പറയുന്നു. ഖുതുബുൽ ആലമായി അൽ ഖുതുബായി വന്നാൽ അവർ എവിടെ മുതൽ എവിടെ വരെ ഭരിക്കും, ഏതെല്ലാം അവരുടെ അധികാരത്തിന്റെ പരിധിയിൽ വരും. അതാ ഖുതുബുൽ ആലം അല്ലദീ യതസറഫു മിനൽ അർശി ഇലൽ ഫർശ്. അർശ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ ഖുതുബുൽ ആലമിന്റെ കൈകളിലാകും. അതാണ് മഖാമു ഖുതുബുൽ ആലം. അതേ മൗലവി, അപ്പൊ ഖുതുബുൽ ആലം എന്ന പ്രയോഗത്തെക്കുറിച്ച് താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. പൊന്മുള ഉസ്താദ് പറഞ്ഞതിനെതിരല്ല, മജീദ് സഖാഫി എഴുതിയതും
അത് എതിരല്ല, രണ്ടും വൈരുദ്ധ്യമല്ല, രണ്ടും രണ്ട് ശൈലിയിൽ രണ്ട് വിശദീകരണത്തോടെ മനസ്സിലാക്കുമ്പോൾ അത് പ്രശ്നമല്ല. എന്നാൽ പിന്നെ മഹാന്മാരായ ഔലിയാക്കൾക്ക് തദ്ബീർ ഉണ്ടല്ലോ, അത് നമ്മൾ എത്രയോ വിശദീകരിച്ചതാണ്. പിന്നെ താങ്കൾ പറയുന്നത് തദ്ബീറും അതുപോലെ മഹാന്മാരായ ഇമാമുകൾ വിശദീകരിച്ച തദ്ബീറും മജീദ് സഖാഫി ഇതിൽ എഴുതിയ തദ്ബീറും അതൊക്കെ വേറെ അർത്ഥത്തിലാണ്. താങ്കൾ പറഞ്ഞത് തെറ്റായ അർത്ഥത്തിലാണ്. താങ്കളുടെ വിശദീകരണം തീർത്തും അബദ്ധമാണെന്നാ ഞാൻ ശേഷം പറയാൻ പോകുന്നുണ്ട്. അപ്പം മഹാന്മാരായ ഔലിയാക്കന്മാർക്ക് യതസറഫു മിനൽ അർശി ഇലൽ ഫർശി, അവർക്ക് അല്ലാഹു തആല അധികാരം കൊടുക്കും. അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന അധികാര പരിധിയിൽ അവർക്ക് അധികാരം കൊടുക്കും. ഇത് നമ്മൾ വിശദീകരിച്ചതല്ലേ. മഹാന്മാർക്ക് അവർ ഉദ്ദേശിക്കുന്നിടത്ത് അവർ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എവിടെയും കൊടുക്കും, എത്രയും കൊടുക്കും. അള്ളാഹുവിങ്കിൽ ഒരു പരിധിയുണ്ട്, പക്ഷേ അതിന് പരിധി നിശ്ചയിക്കാൻ നമുക്കധികാരമില്ല എന്ന് നമ്മൾ എത്ര വിശദീകരിച്ചു തന്നതാണ്, എത്ര വിശദീകരിച്ചു തന്നതാണ്. എന്നിട്ട് 47-ാമത്തെ പേജിൽ വബിൽ ഖുത്ബി യഹ്ഫദുല്ലാഹു തആല ജമീഅ ഹഉലാഇ ലിഅന്നഹു ഹുവല്ലദീ യദൂറു അലൈഹി അംറു ആലമിൽ കൗനി കുല്ലിഹി. കൗന് ആലമിൻ്റെ കുല്ല്, എല്ലാത്തിൻ്റെയും. അപ്പം ആ കുല്ലിൻ്റെ മാന എന്താണ്? കുല്ലിൻ്റെ മാന വിശദീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. കുല്ല് പറയുമ്പോൾ എന്താണ് മുറാദ് എന്ന് മൗലവി താങ്കൾ ഖത്തറുന്നത വായിച്ച് ഇവർ വിഡ്ഢിത്തം പറഞ്ഞപ്പോൾ അവിടെ ജമ്മുൽ ജവാമി ഓതിക്കൊണ്ടതിനെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അത് മറന്നോ? അപ്പോതിനത് മറന്നോ? കുല്ലി എന്ന് പറയുമ്പോൾ എല്ലാ ഫർദും എന്ന മാന എല്ലായിടത്തും ഇല്ല. അതിന് ചില മുഖസ്സിസുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഖുർആനിൽ നിന്ന് 10ഓളം ഉദാഹരണ സഹിതം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അത് മറന്നോ അപ്പോതിന്? അതെ, അത് തന്നെയാണ് മജീദ് ഉസ്താദും ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്കൾ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. ഞാൻ വിശദീകരിക്കുമ്പോൾ എൻ്റെ പ്രഭാഷണം ഭയമില്ലാതെ, ആശങ്കയില്ലാതെ, വെപ്രാളമില്ലാതെ മനസ്സിരുത്തി കേട്ട് പഠിക്കാം. എന്നാൽ പിന്നെ ഈ ജഹാലത്ത് വീണ്ടും ആവർത്തിക്കൂല. ഇതേ അർത്ഥത്തിലുള്ള പ്രയോഗമല്ലേ ഇമാമുകളുടെ കിതാബിൽ നിന്ന് താങ്കൾ വായിച്ച് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്? അതേ ഞാൻ വിശദീകരിച്ചല്ലോ, കൃത്യമായിട്ട് താങ്കൾ വിശദീകരിച്ച് പഠിപ്പിച്ചില്ലേ? എന്നിട്ട് അത് പഠിക്കാതെ വീണ്ടും മജീദ് സഖാഫിയുടെ കിതാബ് എടുത്ത് വരിക. പിന്നെ അപ്പൊ താങ്കൾ പഠിക്കുക, എൻ്റെ വിശദീകരണം കേട്ട് നന്നായി പഠിക്കുക. കുല്ലിൻ്റെ മാന എന്താണ് എന്നതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ ഈ ജഹാലത്തെ ആവർത്തിക്കേണ്ടി വരില്ല. അപ്പൊ എന്താണ് ഇവിടുത്തെ വിഷയം? വിഷയം വളരെ കൃത്യമാണ്. താങ്കൾ മഹാന്മാരെ കുറിച്ച് പറയുന്ന ഭീകരമായ അബദ്ധങ്ങളുണ്ട്. എന്താണ് ആ അബദ്ധങ്ങൾ? അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ തദ്ബീറിനെ സംബന്ധിച്ചും മഹാന്മാരുടെ തദ്ബീറിനെ സംബന്ധിച്ചുമൊക്കെ താങ്കൾ മനസ്സിലാക്കിയ ഭീകരമായ അബദ്ധങ്ങളുമുണ്ട്. ആ അബദ്ധങ്ങൾ എന്താണ്? അത് പലപ്പോഴും നമ്മളിവിടെ വിശദീകരിച്ചു. അതിനെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ഉന്നയിച്ചു, പക്ഷേ താങ്കൾക്ക് അവിടെയൊന്നും മറുപടി ഉണ്ടായിട്ടില്ല. ഒന്നാമത്തത് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കണം. താങ്കൾ പറഞ്ഞിരുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ തദ്ബീർ അതെങ്ങനെയാണോ ആ അധികാരം അത് അങ്ങനെ തന്നെയാണ് മഹാന്മാരുടെയും അധികാരം എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റേത് അതുപോലെ തന്നെ കൊടുക്കുകയാണ്. കേൾക്കട്ടെ. മാലിക്കുൽ മുൽക്ക് എന്ന് പറഞ്ഞു, പിന്നെ അതേ മുൽക്കിനെ കുറിച്ചാണ് തൂത്തിൽ മുൽക്ക, ആ മുൽക്കിനെ നീ കൊടുക്കും. അപ്പൊ എല്ലാ വസ്തുക്കളുടെയും അധികാരം കണ്ടില്ലേ? പാശ്ചാബദ്ധമാണ് പറഞ്ഞത്, ഷിർക്കിലേക്ക് വരെ എത്തിക്കുന്നതാണ് പറഞ്ഞത്. അല്ലാഹു തആലയുടെ മുൽക്ക് അത് അങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അത് മുഹാലാണ്, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസമല്ല. ഇതാണ് താങ്കൾ പറഞ്ഞ അബദ്ധം. ഇതല്ല മജീദ് സഖാഫി പറഞ്ഞത്, ഇതല്ല ഇമാമുകൾ പറഞ്ഞത്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതും ഇതല്ല. അത് രണ്ടും വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹു തആലയുടെ മുൽക്കും അവൻ കൊടുക്കുന്ന മുൽക്കും അത് വലിയ വ്യത്യാസമുണ്ട്. രണ്ടും വലിയ അന്തരമുണ്ട്. താങ്കൾ മനസ്സിലാക്കിയത് ഭീകരമായ അബദ്ധമാണ്. ഇനി മഹാന്മാരെ കുറിച്ച് താങ്കൾ പറഞ്ഞ മറ്റൊരു അബദ്ധം കേൾക്കാം. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. കണ്ടോ? സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ പരിഹസിക്കുന്നതിന് വേണ്ടി താങ്കൾ പറഞ്ഞിട്ടുള്ള ഭീകരമായ മറ്റൊരു അബദ്ധമാണത്. എന്താണ്? ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു? അവിടെ നമ്മൾ പറഞ്ഞു ആലം എന്നതിൽ പെട്ടു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നിയന്ത്രിക്കുമോ? മറ്റൗലിയാക്കൾ അമ്പിയാക്കളെ നിയന്ത്രിക്കുമോ?
ആവർത്തിച്ച് ചോദിച്ചു, മറുപടിയില്ല. ഇനി അഖലിയായ മുഹാല് വരെ ഈ പറഞ്ഞ പറച്ചിലിൽ വരുന്നുണ്ട്. സിയം വലിയുല്ലാഹി തങ്ങൾ അവിടത്തെയും അവിടുന്ന് തന്നെ നിയന്ത്രിക്കുമെന്ന് വരില്ലേ? അത് അഖലൻ മുഹാലായ കാര്യമല്ലേ? നമ്മൾ ചോദിച്ചതാണ്. പക്ഷേ ഒരു മറുപടിയും വന്നിട്ടില്ല. ഇതാണ് താങ്കൾ പറഞ്ഞ തദ്ബീർ. ഇതാണ് തദ്ബീറിന്റെ വിഷയത്തിൽ താങ്കൾ പറയുന്ന അബദ്ധങ്ങൾ. കഴിഞ്ഞില്ല. ഇനി നോക്കൂ നിങ്ങൾ, മഹാന്മാരായ ഔലിയാക്കളുടെ കഴിവിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയാണ്, അത് മടവൂർ ശൈഖുന അള്ളാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അപ്പൊ മഹാന്മാരുടെ കഴിവ്, അവരുടെ തദ്ബീർ അതൊക്കെ മജാസാണ് എന്ന് ഇമാമുകൾ പഠിപ്പിക്കുമ്പോ ഈ മൗലവി പറയുന്നു അതൊക്കെ ഹഖീഖത്തൻ കഴിവാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇയാള് മഹാന്മാരുടെ തദ്ബീറിനെ സംബന്ധിച്ച് പറഞ്ഞ 3 ഭീകരമായ അബദ്ധങ്ങൾ. ഒന്ന്, അല്ലാഹു തആല മാലിക്കുൽ മുൽക്കാണ്, അള്ളാഹുവിന്റെ മുൽക്ക് എന്ന് പറഞ്ഞത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആർക്ക് കൊടുത്തു? മഹാന്മാർക്കും കൂട്ട് കൊടുത്തു. പിന്നെയോ ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു? അതിൻ്റെയൊക്കെയും മുദബ്ബിറാണ് സിയം വലിയുല്ലാഹി. മഹാന്മാരായ ഔലിയാക്കൾ സിയം വലിയുല്ലാഹി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നത് ഹഖീഖത്തൻ കഴിവാണ്, അല്ലാതെ എന്തെല്ലാം മജാസല്ല. ഇങ്ങനെയുള്ള ഭീകരമായ അബദ്ധമാണ് ഈ മൗലവി മഹാന്മാരെ പേരിൽ പറഞ്ഞത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. അതിനെയാണ് പ്രാമാണികമായി ഞങ്ങൾ കൈകാര്യം ചെയ്തത്. ആ പ്രമാണത്തിന് മുമ്പിൽ തോറ്റപ്പോഴാണ് താങ്കൾ ഓടിയത്. ഓടിപ്പിടിച്ചു മജീദ് സഖാഫിയുടെ ഗ്രന്ഥത്തിൽ വല്ലതും കിട്ടുമെന്ന് കരുതി താങ്കൾ കൊണ്ടുവന്നത്. അപ്പൊ മൗലവി, താങ്കൾക്ക് വലിയ പിഴവാണ് വന്നിട്ടുള്ളത്. താങ്കൾ പറഞ്ഞത് മുഴുവനും അബദ്ധമാണ്. മഹത്തായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമേ അല്ല. പിന്നെ എന്താണ് മഹാന്മാരുടെ തദ്ബീർ എന്ന് പറയുന്നത്? കസ്ബ് ഇഖ്തിയാറാണ്. നമ്മൾ വിശദീകരിച്ചതാണ്. കസ്ബ് ഇഖ്തിയാറാണ്. വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി ശറഉൽ ലഖായിദിൽ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അപ്പോൾ കഴിവ് കൊടുക്കുകയാണ്. മഹാന്മാർ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അവർക്ക് അപ്പോൾ അല്ലാഹു തആല കഴിവ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെവിടെയും കൊടുക്കാം. അത് ആകാശത്തും ഭൂമിയിലും ലൗഹിലും ഖലമിലും ദുനിയാവിലും ആഖിറത്തിലൊക്കെ കൊടുക്കും. അതിനെ ഒരു പരിധി നിശ്ചയിക്കാൻ നമുക്ക് ഒരു സൃഷ്ടിക്കും ഒരു അധികാരമില്ല. അതിൻ്റെ പരിധി അല്ലാഹുവിങ്കിൽ മാത്രമാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നിലപാട്. അപ്പൊ മഹാന്മാരുടെ കഴിവ്, അവരുടെ തദ്ബീർ അതൊക്കെ കസ്ബ് ഇഖ്തിയാർ എന്ന അർത്ഥത്തിലുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് ഖൽഖി ഈജാദ് എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിൻ്റേത്. അപ്പൊ അള്ളാഹുവിൻ്റെ മുൽക്ക് അത് അങ്ങനെ തന്നെ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ മാലിക്കാണെന്ന്, അവൻ ഖാദിറാണ്, അവൻ മുദബ്ബിറാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈ മൗലവിക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ പഠിച്ചിട്ടില്ല, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം പഠിച്ചിട്ടില്ല. മഹാന്മാരായ മഹത്തുക്കൾ അവർ നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ, അവർ മുദബ്ബിറുകളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നതും ഈ മൗലവി കിതാബിൽ നിന്നും പഠിച്ചിട്ടില്ല. അത് നമ്മൾ എത്രയോ തവണ ഇവിടെ വിശദീകരിച്ചതാണ്. ശറഉൽ ഖായിദിൽ നമ്മൾ ഓതി പഠിപ്പിച്ചിട്ടില്ലേ? ചിലപ്പോൾ ഹിദായത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചേർത്ത് പറയും. അത് മജാസൻ ബിത്വരീഖി തസബ്ബുബി, അത് മജാസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അതിന് നിമിത്തമാകും എന്ന അർത്ഥമാണ് അവിടെയുള്ളത്. അപ്പൊ ഈ അർത്ഥമാണ് മുദബ്ബിർ അള്ളാഹുവാണ് എന്ന് പറയുന്നതും ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് മഹത്തുക്കളായ ഔലിയാക്കൾ അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുന്നതും. ഇത് രണ്ടും വലിയ വ്യത്യാസമുണ്ട് എന്നത് മനസ്സിലാക്കാതെയാണ് ഈ മൗലവി പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മജീദ് ഉസ്താദിൻ്റെ കിതാബ് എടുത്ത് വായിക്കുന്നത്. ആദ്യം അതൊന്ന് കേൾക്കുക. അതുമായി ബന്ധപ്പെട്ട് മൗലവി പറയുന്ന ഒരു വൻ പൊട്ടത്തരം ഒന്ന് കേൾക്കുക. കൊണ്ട് പറയാണ്, റബ്ബമാ യുഖാൽ ഇന്നഹു ലാ ഫർഖ ഇൻദഹും ബൈനല്ലാഹി തആല വബൈനൽ ഖുതുബി ഇല്ലാ ബിൽ ഇഅ്തിബാർ. അല്ലാഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും അല്ലാഹു ഏൽപ്പിച്ച മഹാന്മാര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും ഒരേ രൂപത്തിലാണ്. ചില ഇഅ്തിബാരിയായ ഫർഖ് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി വായിക്കാം. ഫൽ ഖൗലു, അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു വാചകം വിട്ടു. അത്
ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് അവിടുത്തെ ഗ്രന്ഥത്തിൽ തഫ്സീർ ആലൂസിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു വാചകമാണ്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിൽ നിന്നൊരു വാചകം മൂപ്പര് വിട്ടു. അത് വിട്ടിട്ട് പിന്നെ മൂപ്പർക്ക് ആവശ്യമുള്ളത് വായിക്കാണ്. ഇല്ലാ ബിൽ ഇഅ്തിബാരി എന്ന് പറഞ്ഞിട്ട് ലിഅന്നഹു അല്ലദീ ഫാസ ബിഖുർബൻ നവാഫിലി വൽ ഫറാഇലി അലാ അതമ്മി വജ്ഹിൻ ഫർതഫഅത്തിൽ ഐരിയതു അലാ അതമ്മി വജ്ഹിൻ ഫർതഫഅത്തിൽ ഐരിയതു. മഹാന്മാരായ ഔലിയാക്കൾ ഫർദും സുന്നത്തും ഒക്കെ ചെയ്തു. അവർ ഏറ്റവും ഉയർന്ന മർത്തബയിലെത്തിയപ്പോൾ ഈ ഗൈരിയത്ത് എന്ന് പറയുന്ന അവസ്ഥ അതങ്ങോട്ട് ഇർത്തിഫാ ആയിപ്പോയി, ഉയർന്നുപോയി. അത് ഔലിയാക്കളുടെ ഒരു ദറജയാണ്, ഔലിയാക്കളുടെ ഒരു പദവിയാണ്. അതിനെ സംബന്ധിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ് ഉണ്ടല്ലോ. എന്താണ്? വമാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. ഒരടിമ ഫർദിന് പുറമെ സുന്നത്തും ചെയ്ത് ഞാൻ അവനെ സ്നേഹിക്കും. അങ്ങനെ ഹത്താ ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യബ്സറു ബിഹി വയദഹു അല്ലതീ യബ്തുഷു ബിഹാ വഖദമഹു അല്ലതീ യംശി ബിഹാ. എന്താണ് ഹദീസിൽ പറയുന്നത്? അങ്ങനെ ഞാൻ എൻ്റെ അടിമയെ സ്നേഹിച്ചാൽ അവൻ്റെ കാത് ഞാനാകും, അവൻ്റെ കണ്ണ് ഞാനാകും, അവൻ്റെ കൈ ഞാനാകും, കാല് ഞാനാകും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു തആല കയ്യാകുന്ന ഈ ജാരിഹത്ത് അവയവമാവുമെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ. അതിൻ്റെ അർത്ഥം അത് വേറെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? യസ്മഉൽ ഖരീബ വൽ ബഈദ് വയുബ്സിറുൽ ഖരീബ വൽ ബഈദ് എന്ന് മഹാന്മാർ അതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് മഹാന്മാരായ ഔലിയാക്കൾ അവർ അള്ളാഹുവിലേക്ക് അതമ്മുൽ വജ്ഹിലി, അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അവരടുത്താൽ ഫർതഫഅത്തിൽ ഐരിയത്തു. അപ്പം പിന്നെ അവരുടെ മനസ്സിൽ മുഴുവനായും അല്ലാഹ് എന്ന ഒറ്റ ചിന്തയാണ്. ആ ഒരു ചിന്തയിൽ, ആ ഒരു മക്കാമിൽ വരുമ്പോഴാണ് മഹാന്മാർ എന്ത് പറയുന്നത്? അനൽ ഹഖ് എന്നൊക്കെ ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ മർത്തബയെ സംബന്ധിച്ച് പറയാണ്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഈ മൗലവി അയാളുടെ വാദമുണ്ട്. എന്താണത്? അള്ളാഹുവിൻ്റേത് തന്നെയാണ് മഹാന്മാരുടേത് എന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പം മൗലവി താങ്കൾക്ക് ഔലിയാക്കളെ സംബന്ധിച്ചോ തസവുഫിനെ സംബന്ധിച്ചോ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് ഇവിടെ വിശദീകരിക്കുകയാണ്. ഇല്ലാ ബിൽ ഇഅ്തിബാരി എന്ന് ഇയാൾ വായിക്കുന്നുണ്ടല്ലോ. ആ വായിക്കുന്നത് അതിൻ്റെ വിശദീകരണം മജീദ് ഉസ്താദ് ഇവിടെ വായിക്കുന്നുണ്ട്, അതിൻ്റെ വിശദീകരണം ഇവിടെ നൽകുന്നുണ്ട്. ഇല്ലാ ഖൗലുഹു ഇല്ലാ ബിൽ ഇഅ്തിബാരി എന്ന് പറഞ്ഞിട്ട് മജീദ് ഉസ്താദ് എഴുതാണ്. യഅതി ഫി ഹാദിഹിൽ ഖളിയത്തി മാ യഅതി ഫി ഇൽമിൽ ഗൈബി ലിൽ അംബിയാഇ വൽ ഔലിയാഇ. മഹാന്മാരായ അംബിയാക്കൾ ഔലിയാക്കൾക്ക് ഇൽമുൽ ഗൈബ് അറിയും എന്ന് പറയുമ്പോഴുള്ള ചർച്ചകളൊക്കെ ഇവിടെയും വരും. വഹുവ മാ യഖൂലു അഹ്ലുസ് സുന്ന വൽ ജമാഅ ഫി ഇൽമിൽ ഗൈബി, ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. വഹുവ ദാത്തിയു വൽ അത്വാഇയു, അത് ദാത്തിയും അല്ലാഹു തആല അറിയുമെന്ന് പറയുന്നത് ദാത്തിയാണ്, മഹാന്മാർ അറിയുമെന്ന് പറയുന്നത് അത്വാഇയാണ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ് ഫനിസ്ബത്തു തദ്ബീരി ഇലല്ലാഹി തആല ഹഖീഖത്തുൻ വഇലാ ഗൈരിഹി തആല മജാസുൻ. അല്ലാഹു തആല മുദബ്ബിറാണെന്ന് പറഞ്ഞത് ഹഖീഖത്താണ്, മഹാന്മാർ മുദബ്ബിരീങ്ങളാണെന്ന് പറഞ്ഞത് മജാസാണ്. ഇതാണ് മജീദ് സഖാഫി എഴുതിയത്. കമാ തഅല്ലംനാ മിൻ തുഹ്ഫത്തുൽ ഇഖ്വാൻ, തുഹ്ഫത്തുൽ ഇഖ്വാനിൽ നമ്മൾ പഠിപ്പിച്ചില്ലേ, അംബത്തല്ലാഹുൽ ബഖല എന്ന് പറയുമ്പോൾ അത് ഹഖീഖത്താണ്, അംബത്ത റബീഉൽ ബഖല എന്ന് പറയുമ്പോൾ അത് മജാസാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയാണ്. എന്നാലോ ഈ മൗലവി പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്നു എന്ന് പറഞ്ഞത് അത് ഹഖീഖത്താണ്, മജാസല്ലേ അല്ല. പിന്നെ എങ്ങനെയാ മൗലവി മജീദ് സഖാഫി എഴുതിയത് നിങ്ങൾക്ക് അനുകൂലാകല്? അത് ഞങ്ങൾ പറഞ്ഞതിനോട് ഞങ്ങളെ വിശ്വാസമല്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം തന്നെയല്ലേ അദ്ദേഹം എഴുതിയത്. അപ്പൊ താങ്കൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അസ്ല് മനസ്സിലായിട്ടില്ല, താങ്കൾക്ക് അസ്ല് മനസ്സിലായിട്ടില്ല. ആ അസ്ലിൽ വിശദീകരിച്ചത്, ആ അസ്ലിൽ നിന്നുള്ള വിശദീകരണമാണ് ഈ കിതാബിലുള്ളത്. ആ അസ്ൽ എന്താണ്? അസ്ലാണ് ഷറഹുൽ മഖാസിദിൽ ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി തങ്ങൾ പറഞ്ഞത് എന്ത്? വലാ നിസാഅ ലി അഹ്ലിൽ ഇസ്ലാം, ഒരു മുസ്ലിമിനും തർക്കല്ല ഫി അന്ന തദ്ബീറൽ ആലം, മുദബ്ബിറുൽ ആലം എന്നത് വഖൽഖൽ അജ്സാം, അതുപോലെ തന്നെ സൃഷ്ടികർമ്മം നിർവഹിക്കുക എന്നതും വസ്തിഹഖാഖൽ ഇബാദത്തി, ഇബാദത്തിന് അർഹനാവുക എന്നതും വഖദമ യഖൂമു ബിനഫ്സിഹി കുല്ലഹാ മിനൽ ഖവാസി, അതുപോലെ ഖദീമായ സിഫത്തുകൾ ഉണ്ടാവുക എന്നതൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം സിഫത്താണ്. അത് പിന്നെ ഒരു അടിമക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അല്ലാഹു തആല
ആരാധനക്കർഹനാവുക എന്നത് ഒരു സൃഷ്ടിക്ക് കൊടുക്കലുണ്ടാവോ? അത് മുഹാലല്ലേ? എന്നതുപോലെ മുദബ്ബിറുൽ ആലമാവുക എന്നത് അല്ലാഹു തആലയിൽ ഏതർത്ഥത്തിലാണോ പറയുന്നത് ആ അർത്ഥത്തിൽ ഒരു സൃഷ്ടിക്ക് കൊടുക്കുക എന്നത് മുഹാലാണ്. അത് മൗലവി മനസ്സിലാക്കിയത് മഹാബദ്ധമാണ്. അതേ സമയത്ത് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് മഹാന്മാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. മഹാന്മാര് മുദബ്ബിരീങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അത് ഏതർത്ഥത്തിലാണ്? അത് ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞില്ലേ? എന്താണത്? ഇന്നഹും ലമ്മാ കാനൂ സാബിഖീന ഇലൈഹാ സാബിഖീന ഇലാ അദാഇ ത്വാആത്തി മുതസാരിഈന ഇലൈഹാ ളഹറത് അമാനതുഹും ഫലിദാലിക ഫലിഹാദ സബബി ഫവ്വദല്ലാഹു ഇലൈഹിം തദ്ബീറ ബഅ്ദിൽ ആലം. അല്ലാഹു തആല ആ മഹാന്മാരിലേക്ക് ബഅ്ദുൽ ആലമിന്റെ തദ്ബീറിനെ നൽകുന്നു. ഇതാണ് മഹാന്മാർ വിശദീകരിച്ചത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട എല്ലാ ഇമാമുകളും മുഫസ്സിരീങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് തന്നെയാണ് മജീദ് ഉസ്താദ് ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരുടെ തദ്ബീർ, മഹാന്മാർ മുദബ്ബിരീങ്ങളാണെന്ന് പറഞ്ഞത് അത് ഏത് അർത്ഥത്തിലാണ്? ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ് കിതാബിന്റെ 70-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇതൊന്നും മൗലവി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു പോവാണ്. എന്നാൽ ചില വാചകങ്ങൾ മാത്രം കൊണ്ടുവന്ന് മൗലവിയുടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് മഹാന്മാരുടെ തദ്ബീറിന്റെ മാനെന്താണ്? ബഹുമാനപ്പെട്ടവർ എഴുതാണ്, മഅനാ തദ്ബീരിൽ അംബിയാഇ വൽ ഔലിയാഇ വ തസറുഫാതിഹിം ഫീ ഇത്ലാഖിനാ. നമ്മൾ പറയുമ്പോൾ എന്താണ് മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കളും മുദബ്ബിരീങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ മാന എന്താണ് എന്ന് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ എഴുതാണ്, യുത്ലഖു തദ്ബീറു വ തസറുഫു ബിമഅനൻ വാഹിദിൻ. ഇവിടെ മഹാന്മാരെ മുദബ്ബിരീങ്ങളാണെന്ന് പറയുന്നതും അവർ തസറുഫാത്തുകൾ ചെയ്യുമെന്ന് പറഞ്ഞതും ഒരേ അർത്ഥത്തിലാണ്. അഥവാ അമ്പിയാക്കളും മൗലിയാക്കളും മുദബ്ബിരീങ്ങളാണ്, തദ്ബീർ ചെയ്യുമെന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? അത് തസറുഫാത്തുകൾ ഉണ്ടാകുമെന്ന അർത്ഥത്തിലാണ്. അവർക്ക് ചില വിഷയത്തിൽ ഇടപെടാൻ കഴിയുമെന്ന അർത്ഥത്തിലാണ്. അഥവാ അവർ ചില കാര്യങ്ങൾ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അവർക്ക് ഖൽഖ് ചെയ്ത് കൊടുക്കും, അഥവാ അവർ അതിന് നിമിത്തമാകും, സബബാകും എന്ന അർത്ഥത്തിലാണ്. അവരുടെ തദ്ബീറിന്റെ വിഷയം കൃത്യമായിട്ട് നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തദ്ബീർ ഈ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതാണ്, കമാ യഖൂലുൽ വസീറു ലിമൻ തഹ്തഹു ലാ ബിമഅനാ നഖലിൽ ഹുക്മി ലിൽ ബാരി തആല. അല്ലാഹു തആലയുടെ തദ്ബീർ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് നമ്മുടെ സാധാരണ വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ മന്ത്രിമാർ ഇടപെട്ടു എന്നൊക്കെ പറയല്ലോ, ആ അർത്ഥത്തിൽ അതുപോലെ മഹാന്മാർ ഇടപെടുന്നു, അവരതിന് നിമിത്തമാകുന്നു എന്നർത്ഥത്തിൽ. ബല്ലഹും ഇക്റാമുൻ അലാ നുഫൂദി അമലിഹിം കമാ യഫ്അലുനാ ഫീ ദാരിദ് ദുനിയ അലാ ഖൗലിഹി തആല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ദുനിയാവിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം നമ്മൾ ഇഖ്തിയാർ ചെയ്തപ്പോൾ അല്ലാഹു തആല നമുക്ക് ഖൽഖ് ചെയ്തു തന്നു എന്നതുപോലെ മഹാന്മാർ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അവർക്ക് ഖൽഖ് ചെയ്ത് കൊടുക്കും എന്ന അർത്ഥത്തിലാണ്. ഇതാണ് വളരെ കൃത്യമായിട്ട് മജീദ് സഖാഫി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് മൗലവി വായിക്കാണ്, എന്താണ്? ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാഇനെതിരെ, സമസ്തക്കെതിരെ മർക്കസിൽ നിന്ന് കിതാബ് എഴുതി. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറയാണ്, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് മുമ്പ് പറഞ്ഞ അതേ മറുപടി ഇപ്പോൾ മജീദ് സഖാഫിയും പറഞ്ഞു. അഥവാ നെല്ലിക്കുത്ത് ഉസ്താദ് നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇനെതിരെ പറഞ്ഞിട്ടുണ്ട്. അല്ല മൗലവി, നെല്ലിക്കുത്ത് ഉസ്താദും പറഞ്ഞത് ഇതേ അർത്ഥത്തിൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ തദ്ബീർ ദാത്തിയാണ്, അതുപോലെ മഹാന്മാരുടേത് അത്വഇയാണ് എന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഉസ്താദ് പറഞ്ഞത് അല്ലാഹു തആലയുടെ തദ്ബീർ, അത് ഖൽഖ് ഈജാദ് എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിയായ കാര്യമാണ്. എന്നാൽ മഹാന്മാരെ അവർ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് അത് അല്ലാഹു തആല കൊടുക്കുന്നതാണ്, അത്വഇയാണ്. അല്ലാതെ മൗലവി പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെതൊക്കെ അല്ലാഹു തആല മുദബ്ബിറുൽ ആലമാണ്, ആ മുദബ്ബിറുൽ ആലമിൻ്റെ തദ്ബീറുൽ ആലം മൊത്തത്തിൽ അല്ലാഹു തആല മഹാന്മാർക്കാണ് കൊടുത്തു. വ്യത്യാസത്രേ ഉള്ളൂ, ഒന്ന് ദാത്തിയാണ്, ഒന്ന് അത്വഇയാണ് എന്ന് പറഞ്ഞതല്ല, അത് വിവരക്കേടാണ്. അല്ലാഹു മുദബ്ബിറുൽ ആലമാണ് എന്ന് പറഞ്ഞ ആ തദ്ബീറുൽ ആലം അങ്ങനെ തന്നെ വേറൊരു സൃഷ്ടിക്ക് കൊടുക്കുക എന്നത് മുഹാലാണ് എന്ന് വളരെ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഞാൻ പെട്ടെന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹം ഈ കിതാബുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ ഇതുപോലെ അബദ്ധങ്ങളാണ്. അദ്ദേഹത്തിന് സംഗതി മനസ്സിലായിട്ടില്ല, അറിവില്ലാതെ മഹാന്മാരായ ഇമാമുകളുടെ കിതാബിൽ കളവ് പറഞ്ഞതുപോലെ ഇതേ കിതാബിലും കളവ് പറയാണ്. അദ്ദേഹം വീണ്ടും കളവ് പറയുന്നു, ഒന്ന് കേൾക്കാം. കർത്താവ് മർക്കസിൽ നിന്ന് എഴുതുകയാണ്,
നിസ്ബത്തു തദ്ബീരി ഇലൽ അംബിയാഇ വൽ ഔലിയാഇ വഇത്ലാഖുഹു ലൈസ മിനശ് ശിർകി. ഈ രണ്ട് സഖാഫികൾ തമ്മിലായി ഏറ്റുമുട്ടുന്നത്. അപ്പൊ കണ്ടില്ലേ, രണ്ട് സഹാഫികൾ തമ്മിൽ ഏറ്റുമുട്ടാണ്. ഈ ജാഹിലിന് തിരിഞ്ഞോ ഇതൊക്കെ ഏത് മാനക്കാണെന്ന് നമ്മൾ വിശദീകരിച്ചില്ലേ. നിസ്ബത്തു തദ്ബീരി ഇലൽ അംബിയാഇ വൽ ഔലിയാഇ വഇത്ലാഖുഹു ലൈസ മിനശ് ശിർകി വൽ കുഫ്രി ബൽ ഹുവ ഐനുത് തൗഹീദ്. ഈ കിതാബിലുണ്ട്. എന്താണ് അതിനർത്ഥം? ആ മഹാന്മാര് മുദബ്ബിരീങ്ങളാണ്, തദ്ബീർ ചെയ്യും എന്ന് പറഞ്ഞത് ഷിർക്കല്ല. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് ഖുർആനിലില്ലേ. മഹാന്മാരായ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും തദ്ബീറുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടില്ലേ. പക്ഷെ ആ തദ്ബീറിന്റെ മാനെന്താണ് എന്ന് മൗലവി മനസ്സിലാക്കിയില്ല. അള്ളാഹുവിന്റെ തദ്ബീർ തന്നെയാണ് ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും തദ്ബീർ എന്ന വിഡ്ഢിത്തമാണ് ഇയാൾ മനസ്സിലാക്കിയത്. അപ്പോ എന്നാൽ മജീദ് സഖാഫി വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് വിശദീകരിച്ച് ഞാൻ വായിച്ചില്ലേ. മഹാന്മാരുടെ തദ്ബീർ തസറുഫ് എന്ന മാനക്കാണ് എന്ന് ഇതേ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജാഹിലിന് തിരിഞ്ഞില്ല. അപ്പോ ഈ കിതാബ് തിരിയാതെ, കിതാബ് മനസ്സിലാകാതെ മഹാന്മാരുടെ പേരിൽ കളവ് പറഞ്ഞതുപോലെ ഇദ്ദേഹം വീണ്ടും കളവ് ആവർത്തിക്കാണ്. ഇനിയും പറയട്ടെ അയാള്. ഈ ഗ്രന്ഥകാരൻ എടുത്തുകൊണ്ടുവരികയാണ് വലാ യുസ്കിലു അലൈന ഖൗലു സഅദ് ഫീ ശറഹിൽ മഖാസിദ്. ഔലിയാക്കൾ തദ്ബീർ ചെയ്യുമെന്ന് പറയുമ്പോ ശറഹുൽ മഖാസിദ് വായിച്ച് തളിപ്പറമ്പിലെ സാഹിത്യോത്സവ് മലിനമാക്കിയ മുസ്ലിയാരെ, അത് വായിക്കാൻ പാടില്ലായിരുന്നു. കാരണം മിൻ അന്ന തദ്ബീറുൽ ആലം മുഖ്തസുൽ ലില്ലാഹി തആല, അല്ലാഹു മാത്രമാണ് തദ്ബീറുൽ ആലം എന്ന ആ ഇബാറത്ത് ഇവിടെ ഇഷ്കാലായി വരൂല. കാരണം ഔലിയാക്കളുടെ തദ്ബീർ അല്ലാഹു നൽകിയതാണ്, അല്ലാഹുവിന്റേത് ദാത്തിയാണ്. നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ പോലെ അതേ മർക്കസിൽ നിന്ന് വീണ്ടും കിതാബ് വന്നിരിക്കുന്നു. ലക്കൽ ഹംദു യാ റബ്ബ്. കണ്ടോ? അപ്പൊ ഇയാള് എത്ര വലിയ ജാഹിലാണ് സഹോദരങ്ങളെ. ഈ കിതാബിന്റെ ഇബാറത്ത് ഇദ്ദേഹം വായിക്കാണ്. അപ്പൊ മഹാന്മാരുടെ തദ്ബീറിന്റെ മാനെന്താണ് എന്ന് മജീദ് ഉസ്താദ് ഇവിടെ വിശദീകരിച്ചു. എന്നല്ല ഇയാൾ വായിച്ച ഇതിന്റെ ഇതേ ഇബാറത്തിൽ മജീദ് ഉസ്താദ് ഒന്നുകൂടെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളത് വായിച്ചില്ല. കട്ടു അവിടെ കട്ടിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത്. ഞാനത് വായിക്കാം. വലാ യഷ്കിലു അലൈന ഖൗലു സാദ്. സാദുദ്ദീൻ തഫ്താസാനി തങ്ങൾ പറഞ്ഞത് ഇവിടെ നമുക്ക് ഇഷ്കാലായി വരില്ല. ഫീ ശർഹിൽ മഖാസിദ് മിൻ അന്ന തദ്ബീറുൽ ആലമി മുഖ്തസുൻ ലില്ലാഹി തആല. തദ്ബീറുൽ ആലം എന്നത് അല്ലാഹുവിന്റെ ഖാസ്വാണ് എന്ന് പറഞ്ഞതിനോട് മഹാന്മാർക്ക് തദ്ബീറുണ്ട് എന്ന് പറഞ്ഞതിനെതിരാവൂല. കാരണം എന്താണ്? ലിഅന്ന തദ്ബീറൽ ഔലിയാഇ. അത് വായിച്ചില്ല മൗലവി, അത് വായിച്ചില്ല. കാരണം ഔലിയാഇന്റെ തദ്ബീർ ബിമഅന തസറുഫാതി വൽ മുദാഖലാതി കമാ ഫസ്വൽതു ഫീ ദാലികൽ മബ്ഹസി. മഹാന്മാരുടെ തദ്ബീർ എന്ന് പറഞ്ഞത് തസറുഫാത്ത് എന്ന മാനക്കാണ്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. അവര് കസ്ബ് ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിൻ്റേത് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റേത് ഖൽഖ് ഈജാദ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ആ അർത്ഥത്തിലുള്ള തദ്ബീർ അള്ളാഹു തആല ഒരു സൃഷ്ടിക്ക് കൊടുക്കുക എന്നുള്ളത് മുഹാലാണ്. അതേ സമയത്ത് മഹാന്മാർക്ക് തദ്ബീറുണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ മാന അത് തസറുഫാത്ത് എന്ന മാനക്കാണ് എന്ന് അതേ ഇബാറത്തിൻ്റെ വാക്കിയിൽ മജീദ് ഉസ്താദ് പറയുന്നുണ്ട്. പക്ഷേ ഈ വഞ്ചകനായ മൗലവി അത് വായിക്കാതെ കളവ് മാത്രം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് അള്ളാഹുവിൻ്റെ ഭയം വേണ്ടേ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വേണ്ടേ? പരലോകത്ത് വിശ്വാസം വേണ്ടേ? എന്നാലല്ലേ കളവ് പറയുന്നതിനെ കുറിച്ച് ഭയം ഉണ്ടാവുള്ളൂ. ഇതതില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാം? ഇരിക്കട്ടെ. ഇനി ഈ കിതാബിൽ അദ്ദേഹം നടത്തുന്ന വേറെ ചില കളവുകളുണ്ട്. ഞാനത് പെട്ടെന്ന് അവസാനിപ്പിക്കണം. മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തിനെ സംബന്ധിച്ച് ഈ കിതാബിൽ മജീദ് ഉസ്താദ് പറയുന്നുണ്ട്. എന്താണത്? പേജ് നമ്പർ 290 ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങളുടെ ഒരു കറാമത്ത് പറയുന്നു. എന്താണ് ആ കറാമത്തിൽ പറയുന്നത്? പിന്നെ ഓമിസ്ലുഹു വഖാലി ശൈഖിന മടവൂർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുന ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾക്കും ഇതുപോലത്തെ ഒരു സംഭവം നടന്നു. ഏതുപോലത്തെ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളുടെ സമീപത്ത് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതുപോലെ ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുനയുടെ സമീപത്തും ആര് വന്നു? ഒരു മലക്ക് വന്നിട്ടുണ്ട്. ഹൈസു ഖാല ഷെയ്ഖു ബാപ്പു മുസ്ലിയാർ മണ്ണാർക്കാടി ഫി സിയാഹത്തിഹി മഅഹു ഫിൽ ലൈലി.
മണ്ണാർക്കാട് ബാപ്പു മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരുടെ കൂടെ നടക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. എന്നിട്ട് എന്താ പറയുന്നത്? അന്ന ഷെയ്ഖന മടവൂർ റളിയല്ലാഹു അൻഹു യഖൂലു ലി സയ്യിദിന ജിബ്രീൽ അലൈഹിസ്സലാം തഖദ്ദം യാ ജിബ്രീൽ, തഖദ്ദം യാ ജിബ്രീൽ. ബഹുമാനപ്പെട്ട ഷെയ്ഖന മടവൂർ ബഹുമാനപ്പെട്ടവർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീൽ തഖദ്ദം, നിങ്ങൾ മുന്നിൽ നടക്കൂ എന്ന് പറഞ്ഞു. ഇതിന് ഈ സംഭവം മജീദ് ഉസ്താദ് ഇവിടെ എഴുതി. അത് അദ്ദേഹത്തിന് വിശ്വാസയോഗ്യമായ ഒരാളിൽ നിന്നും വിവരം കിട്ടിയതാണ്. അത് ഔലിയാക്കളെ സംബന്ധിച്ച് അത് ഔലിയാക്കൾക്ക് മുഹാലായ കാര്യമൊന്നുമല്ല. വഹാദിഹിൽ കറാമത്തു മിനൽ അംരിൽ മുംകിൻ, അത് ഔലിയാക്കളെ സംബന്ധിച്ച് ഉണ്ടാകാവുന്നതാണ്. ഫി ഹഖിൽ ഔലിയാഇ ഫനുസദ്ദിഖുഹാ കമാ ജഅത്തിൽ ഹികായ, നമ്മൾക്ക് കിട്ടിയ വിവരം പോലെ നമ്മളത് വിശ്വസിക്കുന്നു. വലൈസ ഹാദാ മിനൽ മുഹാലി, അതൊരു അസംഭവ്യമായ കാര്യമൊന്നുമില്ല. ഓക്കെ, അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ മൗലവി എന്താ പറയുന്നത് അറിയും? മൗലവി പറഞ്ഞു, അതുവരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഷെയ്ഖുനയുടെ പിന്നിലായിരുന്നു. കുറേ അങ്ങ് നടന്നതിന് ശേഷം ഷെയ്ഖുന പറഞ്ഞു, തഖദ്ദം യാ ജിബ്രീൽ, നിങ്ങൾ മുമ്പിൽ നടക്കൂ എന്ന് പറഞ്ഞു. ഇത് മൗലവിന്റെ വ്യാഖ്യാനം. ഇതെവിടെന്നാ കിട്ടിയത് മൗലവി? അതുവരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിലായിരുന്നു എന്ന് എവിടെന്നാ കിട്ടിയത്? എവിടെന്നാ കിട്ടിയത്? അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഉസ്താദ് പേരോട് ഉസ്താദ് പറഞ്ഞത്, അത് അദബുകേടാണ്. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നിൽ നടത്തുക എന്നത് അദബുകേടാണ്. അത് ഔലിയാക്കളെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ മുഅ്മിനീങ്ങളുടെ ഖൽബിലേക്ക് മഹാന്മാരെ ഔലിയാക്കളെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസത്തിന് അത് പോറലേൽക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കുളൂസ് പറയാൻ പാടില്ല എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. എവിടെ നിന്നാണ് നിങ്ങൾക്കത് കിട്ടിയത്? പിന്നെ അതുവരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നിലായിരുന്നു എന്ന് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഇതിൻ്റെ മുസന്നിഫ് മജീദ് ഉസ്താദിനോട് ചോദിച്ചു. അപ്പോൾ മജീദ് ഉസ്താദിന് ആ വിവരം കിട്ടിയത്, ഈ ഹിക്കായത്ത് കിട്ടിയവരിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുന ബഹുമാനപ്പെട്ടവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചതിന് ശേഷം നടത്തം ആരംഭിക്കുമ്പോൾ പറഞ്ഞു, അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാം, അല്ല നിങ്ങൾ മുമ്പിൽ നടക്കും, നിങ്ങൾ നടക്കൂ എന്ന് നമ്മൾ സാധാരണ പറയൂലേ? ആ അർത്ഥത്തിലുള്ള പ്രയോഗമാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചു. നടത്തത്തിനിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു ഇറങ്ങി വന്നിട്ടുണ്ടാകും. മലക്കുകൾ മുന്നിലൂടെയാണല്ലോ അവരിൽ. ഔലിയാക്കളെ സമീപത്തും അമ്പിയാക്കളെ സമീപത്തേക്ക് മുന്നിലൂടെയാണ് മലായിക്കത്ത് വരിക. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ബാബു മുസ്ലിയാരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിലൂടെ വന്നു. അങ്ങനെ അവിടെ നിന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിച്ചതിന് ശേഷം ഷെയ്ഖുന പറഞ്ഞു, തഖദ്ദം യാ ജിബ്രീൽ. അപ്പോൾ നടക്കാൻ ഭാവിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്കൂ എന്ന് പറഞ്ഞു. ഇതിൽ തർക്കമല്ല. ഇതിനെ പേരോട് സാധ്യത എതിർത്തിട്ടില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഔലിയാക്കളെ സംബന്ധിച്ച് ഒരു വിവരവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ കുളൂസുകൾ പറയാണ്, അവരെ നിങ്ങൾ നിന്ദിക്കുകയാണ്. എന്നാൽ ഇത് എഴുതിയ മുസന്നിഫിന്റെ വിവരണം എന്താണെന്ന് പോലും കേൾക്കാനോ തേടാനോ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് മൗലവി താങ്കളുടെ ഏറ്റവും വലിയ പരാജയം. ഇനി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ തെളിവില്ലാതെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞു. ഇപ്പോൾ സമസ്തയുടെ ഒരു കൈനോട്ടീസ് ഇയാൾ പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരുന്നു. ആ കൈനോട്ടീസിനെതിരെ മജീദ് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞു. അൽ ഖാത്തിമ ഫീ മവാനി ഖിസസിസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളും കഥകളും പറയുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം. അത് തുടങ്ങുന്നതിന് എങ്ങനെ അറിയോ? അമ്മൽ ഖിസസുല്ലതി യതദാവലുഹൽ മുആദ് വൽ ഖുതബാ ഫലാ യുസ്തറത്തുൽ ഖത്ഉ ബിസുബൂതിഹാ. വാഇലീങ്ങളും അതുപോലെ പ്രഭാഷകരൊക്കെ പറയുന്ന ഈ കറാമത്തുകൾ അതിങ്ങനെ ഹദീസും ഖുർആനൊക്കെ സ്ഥിരപ്പെട്ട പോലെ ഒരു മൗസൂഖും ബിഹി ആയ ആള് പറയണം എന്ന നിബന്ധന അതിനില്ല. ലിഅന്നഹാ ലാ യുഖ്സദു മിൻഹാ അഖ്ദു ഹുക്മിൻ ശർഈ. കാരണം ഈ കഥ പറയുന്നതിൽ നിന്ന് ശർഈയായ ഒരു ഹുക്മ് അത് കാണലല്ല ലക്ഷ്യം. വഇന്നമാ യുഖ്സദു മിൻഹാ അൽ-ഇഅ്തിബാറു ഫഖത്. ആ ചരിത്രം കൊണ്ട് ആളുകൾ സംഭവം ഉൾക്കൊള്ളുക, ആളുകൾക്ക് തഖ്വ കൂടാ, ഇതേ ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് മൗസൂഖും ബിഹായ ഇമാമു പറയണം അത്തരം ഷർത്തുകൾ ഈ കറാമത്ത് മുഅ്ജിസത്ത് സംഭവങ്ങൾ പറയുന്നിടത്ത് ഇല്ല. എന്നിട്ട് മുബരി പറയാണ് വേണ്ടത് സംഭവം. അല്ലാഹ് പറഞ്ഞില്ലേ? കണ്ടോ? അപ്പൊ ഇവിടെയും മൗലവി കട്ടു. എന്താണ് മജീദ് ഉസ്താദ് എഴുതിയത് എന്ന് പൂർണ്ണമായി വായിച്ചില്ല. അവിടെ കട്ടു. ഇങ്ങനെ കളവ് മാത്രമാണ് ഈ മൗലവി നടത്തിയത്. എന്താണ് നമ്മുടെ ഉലമ എന്താ പറഞ്ഞത്? മഹാന്മാരെ സംബന്ധിച്ച് അവരുടെ കറാമത്തായി പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ഒരു അവരെ സംബന്ധിച്ചുള്ള ഒരു മതിപ്പ് ഉണ്ടാക്കാൻ, മഹാന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും അത് വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിരിക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളാണ് പറയേണ്ടത്.
അല്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവുമില്ലാതെ അവരെ സംബന്ധിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ അവരെക്കുറിച്ച് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നെ പറഞ്ഞത് എന്താണ്? ഇതിൽ തന്നെ പറഞ്ഞത് വലാകിൻ യുഷ്തർത്തു, പിന്നെ ബഹുമാനപ്പെട്ടവർ പറയാണ് യുഖ്സദു ലിഅന്നഹാ ലാ യുഖ്സദു മിൻഹാ അഖദു ഹുക്മിൻ ശർഈൻ, ശർഈയായ ഹുക്മ് അതിൽ നിന്ന് എടുക്കൽ ലക്ഷ്യമല്ലോ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ. എന്നാൽ കറാമത്ത് പറയുമ്പോൾ ഹുക്മുൻ ശർഈ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിയായ ഹുക്മ് മാത്രമല്ല, അവരുടെ ഇഅ്തിഖാദിയായ ഹുക്മും അതിൽപ്പെട്ടു. അപ്പം ആളുകളുടെ വിശ്വാസത്തിന് പോറലേൽക്കുന്ന വിധത്തിൽ തെളിവില്ലാതെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ തന്നെ പറയുന്നുണ്ട് വലാകിൻ യുഷ്തർത്തു ഇൻദ ഈറാദി മാ ലാ യതയഖനു സുബൂതുഹു, ഒരു സംഭവം ഉറപ്പില്ല എന്ന് പിന്നെ അത് സ്ഥിരപ്പെട്ടതാണെന്ന് ഉറപ്പില്ലാത്ത സംഭവം പറയുമ്പോൾ അവിടെ കൊണ്ടുവരണം അത് ഉറപ്പില്ലാത്ത സംഭവമാണ് എന്ന് അറിയിക്കുന്ന പദം അവിടെ കൊണ്ടുവരണം. എന്ന അർത്ഥത്തിൽ അഥവാ അത് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നൊക്കെയുള്ള, അഥവാ താങ്കൾ അത് പറയുന്നുവെങ്കിൽ പോലും മഹാന്മാരുടെ പേരിൽ പറയുമ്പോൾ അത് താങ്കൾക്ക് ഉറപ്പില്ല എങ്കിൽ ആ ഉറപ്പില്ല എന്ന് കാണിക്കുന്ന പദപ്രയോഗം അവിടെ നടത്തണം. അല്ലാതെ നിങ്ങളെപ്പോലുള്ള കള്ളത്തൊരീഖത്തുകാർ ചെയ്യുന്നത് പോലെ CM വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുമ്പോൾ അത് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് തന്നെയാണ്, അത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് മഹാന്മാരെ പരിഹസിക്കപ്പെടാൻ നിമിത്തമാകുന്ന ശൈലികളുണ്ട്. അതിനെയാണ് പണ്ഡിതന്മാർ വിമർശിച്ചത്. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്താണ്? മഹാന്മാരെ സംബന്ധിച്ച് അവർ നിന്ദിക്കപ്പെടാൻ ഉതകുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ കറാമത്തായിട്ട് പറയും. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് പറയുന്നവനക്കറിയില്ല. അതിന് ചില രഹസ്യങ്ങളുണ്ട്. ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ചില പശ്ചാത്തലങ്ങളുണ്ടാകും, അതിന് ചില രഹസ്യങ്ങളുണ്ടാകും. ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ ജനങ്ങൾക്ക് കഴിയൂല. അപ്പോൾ ജനങ്ങൾ മഹാന്മാരായ ഔലിയാക്കളെ പരിഹസിക്കും, ആ ഔലിയാനെ തെറ്റിദ്ധരിക്കും. അതിൽപ്പെട്ട ഒരു സംഭവം ബഹുമാനപ്പെട്ട ഷെയ്ഖുന എടുത്തു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ വിവരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ കറാമത്ത് കണ്ടോളണം എന്നൊന്നുമില്ല. കറാമത്ത് കണ്ടാലും കണ്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മാരിഫത്ത് ഉണ്ടായാൽ അവർ ഔലിയാക്കളാവും. കറാമത്ത് കണ്ടേ പറ്റൂ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ജനങ്ങൾക്ക് തിരിയാത്ത, ജനങ്ങളുടെ ഇടയിൽ പറയാൻ പറ്റാത്ത പല കറാമത്തുകളും അങ്ങോട്ട് പറഞ്ഞോളും. ഇതൊക്കെ വലിയ കറാമത്തായിട്ട് പറയും. അതെല്ലാം കറാമത്തായിക്കൊള്ളണമെന്നില്ല. അവിടെ ഹോട്ടലിൽ കയറി ചായ കുടിച്ച് പൈസ കൊടുത്തില്ല, ഇതൊക്കെ ചില മനുഷ്യന്മാർ കറാമത്തായിട്ട് എണ്ണി പറയുന്നതിൽപ്പെട്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം. ആ ഹോട്ടൽക്കാരൻ വേറെ ഉണ്ടോ അവകാശികൾക്ക് കൊടുക്കാതെ കൊണ്ടുവന്നതായിരിക്കാം. അതുകൊണ്ട് ആ കാശ് അവകാശികൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ ആവാം. പക്ഷെ നമുക്കതറിയില്ലല്ലോ. അതുകൊണ്ട് അറിയാത്ത ജനങ്ങളോട് അവിടെ ചായ കുടിക്കാൻ കയറി എന്നിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറാമത്തായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്നുമില്ല. ഇങ്ങനത്തെ വലിയ കറാമത്തുകൾ വളരെ വ്യക്തമാണല്ലോ. ഇതാണ് സുന്നത്ത് ജമാഅത്ത് പറയുന്നത്. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് കറാമത്ത് എന്ന രൂപത്തിൽ പറയുമ്പോൾ ജനങ്ങൾക്ക് അവരെ സംബന്ധിച്ചുള്ള ഒരു മതിപ്പ് നഷ്ടപ്പെടുത്തുന്നതാകരുത്. ചിലപ്പോൾ ഉള്ള സംഭവം തന്നെയാണെങ്കിൽ പോലും അതിന് ചില സാഹചര്യങ്ങളുണ്ടാവും, ചില പശ്ചാത്തലങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കാൻ കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ സാധിക്കില്ല. അത്തരം സംഭവങ്ങൾ പറയരുത്, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞത്. അതൊന്നും ഉൾക്കൊള്ളാതെ പഠിക്കാതെയാണ് ആലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ ഈ ജാഹിലീങ്ങൾ വരുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ കുരുവട്ടൂരിസം എന്ന് പറയുന്ന ഓട്ടിസത്തിൽ പെട്ടുപോയവർ അവർ തിരിച്ചു വരണം. ഇയാൾ കിതാബുകളിൽ നടത്തിയതും ഇപ്പോൾ നടത്തുന്നതും മുഴുവനും കളവുകളും വഞ്ചനകളും മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു തആല ഇത്തരക്കാരുടെ ഷർറിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.